الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم. صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹം നിറഞ്ഞ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, കൂട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ മജ്ലിസ് നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. ഈ മഹത്തായ സദസ്സിൽ പറയുന്നതും കേൾക്കുന്നതും അവതരിപ്പിക്കുന്നതും പങ്കെടുക്കുന്നതും എല്ലാം രണ്ട് ലോകവും വിജയിക്കാൻ അല്ലാഹു നമുക്ക് കാരണമാക്കി തരട്ടെ. പ്രത്യേകിച്ച് ധാരാളം സ്വലാത്തുകളും സലാമുകളും ചൊല്ലി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദർബാറിലേക്ക് സമർപ്പിക്കുന്ന ഈ മജ്ലിസിൻ്റെ ബറകത്തുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമുക്ക് വിജയം നൽകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ മുഴുവൻ ഇഷ്ഖിൻ്റെ തരംഗവും മഹബ്ബത്തിൻ്റെ പ്രത്യേക ഒരു ആനന്ദവും ഉണ്ടാക്കിയെടുക്കുന്നതിൽ പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാരൻ മുഹ്സിൻ സാർ, അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാ വിഷയങ്ങളിലും അല്ലാഹു ഖൈറും ബറകത്തും നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹത്തായ മജ്ലിസ് കൊണ്ട് നേരത്തെ പറയപ്പെട്ട ഒരുപാട് നേട്ടങ്ങൾ ധാരാളം ആളുകൾക്കുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ ഈ മഹത്തായ സംരംഭം അല്ലാഹു തആല നിലനിർത്തി കൊടുക്കട്ടെ. ഈ സദസ്സിൻ്റെ ഭാഗമായി ഇന്ന് മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുസ്മരണവും അവിടുത്തെ ജീവിത പാഠങ്ങളെ പഠിക്കലും അതിലൂടെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തീരത്തണയാനുള്ള ഒരവസരവുമാണ് അൽഹംദുലില്ലാഹ് ഈ മഹത്തായ സദസ്സിൽ ഇപ്പോൾ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ആത്മീയ ലോകത്ത് ധാരാളം മഹാന്മാര് നമുക്ക് കേട്ടു പരിചയമുള്ളവരും ഇല്ലാത്തവരുമുണ്ട്. എല്ലാവരുടെയും ഹഖ് ജാഹു ബറകത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. അക്കൂട്ടത്തിൽ കേരളീയരായ നമുക്ക് കുറേ കാലങ്ങളായി തന്നെ കേട്ടു പരിചയമുള്ള പ്രധാനപ്പെട്ട ചില നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ലോകത്തിൽ നിന്ന് വഫാത്തായി പോയിട്ട് 900-ലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. മഹാനായ ഖുത്ബുൽ അഖ്താബ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ കാലക്കാരൻ കൂടിയാണ് മഹാനായ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. ഈ പറയപ്പെട്ട മഹാന്മാരൊക്കെ ലോകത്ത് നിന്ന് വേർപിരിഞ്ഞു പോയിട്ടും അവരുടെ ആത്മീയമായ ഇടപെടലുകളും ആത്മീയമായ അവരുടെ തരംഗങ്ങളുമൊക്കെ ഇന്നും നമ്മുടെ നാടുകളിൽ നിലനിർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ 900-ലധികം വർഷങ്ങളായി വഫാത്തായി പോയിട്ടുണ്ടെങ്കിലും
ആ മഹാനുഭാവൻ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ സദസ്സു തന്നെ ഒരു ദിവസം മുഴുവനും സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആ മഹാത്മാവിന്റെ പേരിലാണ്. ഇങ്ങനെയൊക്കെ മഹാന്മാരെ സ്മരിക്കപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ പല രഹസ്യങ്ങളുണ്ടാവും. മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു ആ നിലക്ക് സ്മരിക്കപ്പെടുമ്പോൾ, ആ നിലക്ക് ജനഹൃദയങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാരണം? ഈ കാരണമാണ് സത്യത്തിൽ ഈ ഒരു സദസ്സിന്റെ അന്വേഷണം ചെന്നെത്തുന്നത്. അല്ലാഹു തആല മഹാനവറുകളോടുള്ള മഹബ്ബത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ അധികരിപ്പിച്ചു തരട്ടെ. ആ മഹാനുഭാവൻ ഭൂമി ലോകത്ത് ജീവിച്ചത് 66 വർഷങ്ങളാണ്. ഹിജ്റ 512 ജനിച്ച് 578 ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനാണ് സയ്യിദ് അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു. ഇറാഖിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചെങ്കിലും മഹാനുഭാവന്റെ കീർത്തിയും അവിടുത്തെ പേരും പെരുമയും പ്രശസ്തിയുമൊക്കെ ആഗോള തലത്തിൽ വളർന്നു. ധാരാളം വിശ്വാസികൾ അത് ഏറ്റെടുത്തു. അതിന്റെ പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ അവിടുന്ന് തന്നെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം പോലെ നമുക്ക് കടന്നു വരാം. മഹാനായ സയ്യിദ് അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ എത്തിനോട്ടമാണ് ഈ സദസ്സ് കൊണ്ട് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിനുശേഷം മഹാനവറുകളുടെ പേരിൽ രചിക്കപ്പെട്ട റിഫാഇ മാല അത് പൂർണ്ണമായി ചൊല്ലി ആ മഹാനുഭാവനെ തവസ്സുല് ചെയ്ത് നടത്തുന്ന ദുആ ചെയ്യുന്ന മഹത്തായ സദസ്സാണ്. ഈ സദസ്സിൽ നേരിട്ട് ഇവിടെ പങ്കെടുക്കുന്നവരുണ്ട്, ഓൺലൈൻ സംവിധാനത്തിലൂടെ ആയിരങ്ങൾ ഇത് വീക്ഷിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ആ മഹാനുഭാവന്റെ മദദ് രണ്ട് ലോകത്തും അല്ലാഹു തആല തന്നനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമുക്ക് അവിടുത്തെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ എത്തിനോട്ടം നടത്താം. നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇറാഖിലെ ഒരു കുഗ്രാമത്തിൽ ഹിജ്റ 512 ജനിച്ച് 578 വഫാത്തായി പോയ മഹാനായ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു പല മഹാന്മാരുടെയും ജീവിതത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് പോലെ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ മഹാനവറുകള് അനാഥത്വത്തിന്റെ കയ്പ് നീരറിഞ്ഞ മഹാനാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ താങ്ങും തണലുമായി ഒരു മനുഷ്യന്റെ കൂടെ നിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഒന്ന് ഉപ്പ, മറ്റൊന്ന് ഉമ്മ. നമ്മുടെ മാതാപിതാക്കളിൽ ഹയാത്തിലുള്ളവർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, കൺമറഞ്ഞു പോയവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്ന കാലം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സുന്ദരമായ കാലഘട്ടമാണ്. അവർ വേർപിരിഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ഏട് കൊഴിഞ്ഞു പോകും. ഒരുപാട് മഹാന്മാർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പ നഷ്ടപ്പെട്ടവരുണ്ട്, ഉമ്മ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അങ്ങനെ മഹാന്മാരുടെ രംഗങ്ങളിൽ മേഖലകളിൽ പഠിച്ചു നോക്കിയാൽ മഹാനായ ശൈഖ് ജീലാനി തങ്ങൾക്ക് വളരെ ചെറിയ പ്രായത്തിൽ ഉപ്പ വഫാത്തായിട്ടുണ്ട്. എന്നാൽ അതേ കാലഘട്ടത്തിൽ ജീവിച്ച അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ 7ാമത്തെ വയസ്സിൽ അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ യതീമായി വളരേണ്ടി വന്നയാളാണ്. അനാഥത്വത്തിന്റെ പ്രയാസങ്ങൾ എത്രയുണ്ടാകുമെന്ന് അനുഭവിച്ചിട്ടുണ്ട് ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. ഒരുപക്ഷെ അതൊരു കാരണമായിരിക്കാം പിന്നീട് അവിടുത്തെ ജീവിതത്തിൽ നിന്ന് കടന്നു ചെന്ന, അവിടുത്തെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ പല മേഖലകളിലേക്കും ഒരു കാരണമാക്കി അല്ലാഹു തആല ഈ ഒരു വിഷയത്തെ മാറ്റിയിട്ടുണ്ടാകും. കാരണം പിന്നീട് അവിടെ നിന്ന് കടന്നു ചെല്ലുന്ന ജീവിത സേവനങ്ങളുടെ മേഖലകൾ ആ ഒരു തരംഗമാണ്. ആ നിലക്ക് ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ അടയാളപ്പെടുത്തുമ്പോ അവിടുത്തെ ജീവിതത്തിലെ കുട്ടിപ്രായത്തിൽ തന്നെ ഉപ്പ വഫാത്തായി പോയിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്ന് വളരുന്നത്
സ്വന്തം ഉമ്മയുടെയും ഉമ്മയുടെ സഹോദരൻ അവിടുത്തെ അമ്മാവനായ അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങൾക്ക് താങ്ങും തണലും കാട്ടിക്കൊടുത്ത മഹാനായ മൻസൂർ റളിയല്ലാഹു അൻഹു അവിടുത്തെ തണലിലാണ് മഹാനായ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു വളരുന്നത്. ഈ പറയപ്പെട്ട അമ്മാവൻ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ. ഇൻഷാ അല്ലാഹ് സമയം പോലെ ഞാൻ ഓർമ്മപ്പെടുത്താം. ആ 7ാമത്തെ വയസ്സിൽ കുട്ടിപ്രായത്തിൽ തന്നെ വാപ്പ വഫാത്തായപ്പോ പിന്നീട് അമ്മാവന്റെ പരിചരണത്തിൽ ആ കുട്ടി വളരുകയാണ്. 7ാമത്തെ വയസ്സിൽ തന്നെ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഹിഫ്ളാക്കിയിട്ടുണ്ട്. ഖുർആൻ ഹിഫ്ളാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ ഭാഗ്യമല്ല. അതിന് 7ാമത്തെ വയസ്സിൽ മഹാനവറുകൾക്ക് അവസരം കിട്ടി. ആ 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയതിനു ശേഷം പ്രാഥമിക പഠനം നടത്താൻ വേണ്ടി തൻ്റെ അമ്മാവൻ തന്നെ ആ നാട്ടിൽ അറിയപ്പെട്ട ഒരു വലിയ മഹാത്മാവിന്റെ അടുക്കൽ അബുൽ ഫളൽ അലിയുൽ വാസിത്തി എന്ന മഹാന്റെ അടുക്കൽ മഹാനായ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ ചേർക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ആത്മീയ രംഗത്ത് വളരുന്ന ഒരു മഹാന് ആദ്യമായി ഉണ്ടാകേണ്ട പ്രധാന ഘടകമാണ് പരിശുദ്ധ ദീനിനെ പറ്റിയുള്ള വിവരം. ഇൽമില്ലാത്തവൻ എവിടെയും എത്തൂല. ഇൽമിലൂടെയാണ് ഒരു മനുഷ്യൻ വളർന്നു പന്തലിക്കേണ്ടത്. എല്ലാ മഹാന്മാരുടെയും ജീവിതത്തിൽ അത് വായിക്കാൻ പറ്റും. ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ പ്രധാനമായും കയ്യൊപ്പ് ചാർത്തിയ മഹാനാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഉസ്താദായ അബുൽ ഫളൽ അലിയുൽ വാസിത്തി റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവന്റെ ദർസിലാണ് മഹാനായ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു പഠിക്കുന്നത്. ഈ പറയപ്പെട്ട ഉസ്താദോ ഒരു രംഗത്തും ഒരു കുറവുമില്ല. പരിശുദ്ധ ഖുർആനിനെ പറ്റിയും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ പറ്റിയും അതുപോലുള്ള സർവ്വ മേഖലകളിലും നല്ല അഗാധ ജ്ഞാനമുള്ള ഈ ഉസ്താദിന്റെ ശിക്ഷണത്തിൽ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു വളരുമ്പോൾ ഏകദേശം 8-10 വർഷക്കാലം അവിടുത്തെ ജീവിതത്തിൽ വളർന്ന് ജീവിതത്തിൽ പഠിച്ച് ഈ ഉസ്താദിന്റെ കയ്യിൽ ഇങ്ങനെ വളർന്ന് 20ാമത്തെ വയസ്സെത്തിയപ്പോൾ പ്രിയപ്പെട്ട ഉസ്താദിന്റെ അംഗീകാരം വരികയാണ്. ഒരു ശിഷ്യന് ഒരു മുതഅല്ലിമിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ല് ഒന്ന് മാതാപിതാക്കളുടെ പൊരുത്തമാണ്. രണ്ടാമത്തത് പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരുടെ പൊരുത്തമാണ്. അത് രണ്ടും ഇല്ലാതെയായി പോയാൽ പിന്നെ ഏത് മേഖല കൈയടക്കിയാലും ഏത് മേഖലകളിലേക്ക് ചെന്ന് കയറിയാലും ആ മനുഷ്യൻ ഒരു പക്ഷേ ജീവിതത്തിൽ വലിയ പരാജയത്തിലേക്ക് പിന്നീട് കൂപ്പുകുത്തും. അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അദബും അതുപോലെ മഹാന്മാരായ ആളുകളിൽ നിന്ന് കിട്ടേണ്ട പൊരുത്തവും പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട പൊരുത്തവും ആശീർവാദവും അതാണ് ഏതൊരു കുട്ടിയെയും ഏതൊരു വിദ്യാർത്ഥിയെയും വിജയത്തിന്റെ സോപാനങ്ങളിലേക്ക് കൊണ്ടുപോവുക. അതില്ലാതെയായി പോയാൽ അത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കും. അല്ലാഹു നമ്മുടെ മക്കളെയും നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു 20ാമത്തെ വയസ്സെത്തിയപ്പോ ആ മഹാനുഭാവന് ആത്മീയ ലോകത്തൊരു സ്ഥാനപ്പേരുണ്ട്. എന്താണ് ആ സ്ഥാനപ്പേര്? 2 പതാകകളെ വഹിച്ചയാളാണ് ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. 2 പതാകകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആത്മീയ മേഖലയാണ് എന്ന് പറഞ്ഞ ബാഹ്യമായ ഇൽമും, രണ്ടാമത്തത് ബാത്വിനിയായ ഇൽമും, ആന്തരികമായും ബാഹ്യമായും നേടിയെടുക്കേണ്ട ദീനിന്റെ 2 തലങ്ങളെയും ഒരുപോലെ കൈമുതലാക്കിയ മഹാനാണ്. എന്ന് പറഞ്ഞാൽ കേവലം ആത്മീയ രംഗത്ത് കേവലം ഉള്ളിലൂടെ ഇൽമുകൾ മാത്രമല്ല ഉള്ളത്,
ഹൃദയമായി ബന്ധപ്പെട്ട ഇൽമുകൾ മാത്രമല്ല, അതല്ലെങ്കിൽ ആത്മീയ തരംഗങ്ങൾ ഒരുപാട് കീഴടക്കുന്ന ഇൽമുകൾ മാത്രമല്ല, ശരീഅത്തിന്റെ ബാഹ്യമായ നിയമങ്ങളും അത് കൃത്യമായി പഠിക്കുകയും അത് പഠിപ്പിക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട 2 മേഖലകൾ. ഈ 2 മേഖലകളും കരസ്ഥമാക്കിയതിന്റെ പേരിൽ മഹാനവറുകൾക്ക് ആ സ്ഥാനപ്പേര് നൽകുന്നത് അതുവരെ തന്നെ വളർത്തി പഠിപ്പിച്ചു വളർത്തി വലുതാക്കിയ നേരത്തെ പരാമർശിച്ചു പോയ ഉസ്താദിന്റെ പക്കൽ നിന്നാണ്. ആ ഉസ്താദിന്റെ ആശീർവാദമാണ് മഹാനവറുകൾക്ക് ഈ പറയപ്പെട്ട ആഭരനാമം വരുന്നത്. ഇനി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഷെയ്ഖ് ഖലീഫായി റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് കടക്കണം. അതിനാമുഖമായി ചില വിഷയങ്ങൾ അവിടെ ആരായിരുന്നു എന്നുള്ളതിൻ്റെ തുടക്കമൊന്ന് പറയാനാണ് ഞാൻ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. ഒരുപാട് കാലം ദീന് കാര്യങ്ങൾ ഓതിപ്പടിച്ചു, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കൂ. അഗാധ ജ്ഞാനം തൻ്റെ ജീവിതത്തിലൂടെ ദീനിന്റെ മേഖലയിൽ നേടിയെടുത്തതിന്റെ ഫലമായി ആ മഹാനുഭാവനെ ശ്രവിക്കാനും അവരുടെ മുമ്പിൽ വന്നിരിക്കാനും അവരിൽ നിന്ന് ദീനിന്റെ അധ്യാപനങ്ങൾ പഠിച്ചെടുക്കാനും ആ കാലഘട്ടത്തിൽ ആ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വലിയ വലിയ ആലിമീങ്ങളടക്കം അവിടുത്തെ സദസ്സിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു എന്ന് അവിടുത്തെ അനുഭവിച്ച ശിഷ്യന്മാര് പറയുന്നത് കാണാം. ഞാൻ ഒറ്റ അനുഭവം ആ മേഖലയിൽ ഓർമ്മപ്പെടുത്താം. മഹാനായ ഷെയ്ഖ് അഹ്മദുൽ കബീർ ദിഫാഴി റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ പറയുന്ന ഒരു രംഗമുണ്ട്. ഞാൻ ഒരിക്കൽ എൻ്റെ ഉസ്താദിന്റെ ഹളറത്തിൽ അവിടുത്തെ വിശാലമായ ദർസ് നടത്തുന്ന ക്ലാസ് നടത്തുന്ന വിശാലമായ സദസ്സിൽ ഒരിക്കൽ ഹാജരായി. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ 100-ലേറെ വരുന്ന ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ആ മഹാൻ തന്നെ പറയുന്നു, മിൻഹുമുൽ ഉമറാഉ വൽ ഉലമാഉ വശുയൂഖ്. ആ കാലഘട്ടത്തിലെ ഉമറാക്കളുണ്ട്, ഉലമാക്കളുണ്ട്, ആത്മീയ നേതാക്കളുണ്ട്. അവരെല്ലാവരും കൂടെ തടിച്ചുകൂടിയ സദസ്സാണ്. ആ സദസ്സിൽ മഹാനായ ഷെയ്ഖ് അഹ്മദുൽ കബീർ ദിഫാഴി റളിയല്ലാഹു അൻഹു ഒരു ചെയറിലിരിക്കുകയാണ്. ബാക്കിയുള്ളവർ മുഴുവനും അദ്ദേഹത്തിൽ നിന്ന് ദീനിന്റെ വിഷയങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇടക്ക് വെച്ച് ഷെയ്ഖ് ഖലീഫായി റളിയല്ലാഹു അൻഹു സദസ്യരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ചോദിച്ച് പഠിക്കണമല്ലോ, അതാണല്ലോ ഏറ്റവും വലിയ വിവരം, ചോദിച്ചു പഠിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ആ സദസ്സിൽ നിന്ന് ആലിമീങ്ങളും വലിയ വലിയ മശായിഖമാരും അടങ്ങിയ സദസ്സിൽ നിന്ന് ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങളും ഈ സംഭവം ഉദ്ധരിക്കുന്ന ശിഷ്യൻ പറയുന്നത് കാണാം. ചില ആളുകൾ ചോദിക്കുന്നത് ഖുർആനിൽ നിന്നാണ്, ചില ആളുകൾ ഖുർആനിന്റെ തഫ്സീറിൽ നിന്നാണ്, ചില ആളുകൾ ചോദിക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാക്കിൽ നിന്ന് പുറത്തു വന്ന പരിശുദ്ധമായ ഹദീസുകളെ പറ്റിയാണ്. അതുപോലെ ഫിഖ്ഹിനെ പറ്റി ചോദിക്കുന്നുണ്ട്, പണ്ഡിത ലോകത്തെ പല അഭിപ്രായങ്ങളെ പറ്റിയും ചോദിക്കുന്നുണ്ട്. ഈ നിലക്ക് ഒരുപാട് ചോദ്യങ്ങൾ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിന്ന് ഷെയ്ഖ് ഖലീഫായി റളിയല്ലാഹു അൻഹുവിന്റെ നേർക്കിങ്ങനെ ഓരോരുത്തർ ചോദിക്കുകയാണ്. അത്രയും വലിയ ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്ന സമയം, അത്രയും നിലക്കുള്ള ചോദ്യങ്ങളൊക്കെ അഭിമുഖീകരിക്കണമെങ്കിൽ ഒരു ചില്ലറ വിവരം പോരാ, കുറഞ്ഞ ഇൽമു പോരാ. എല്ലാ മേഖലകളും അധിക സദസ്സുകളും പലപ്പോഴും നമ്മളൊക്കെ കാണുക എന്താ, അവിടെ അവതരിപ്പിക്കപ്പെട്ട ഒരു വിഷയം ഉണ്ടാവും, ആ വിഷയാടിസ്ഥാനത്തിലുള്ള ചോദ്യം ചോദിക്കുക എന്നായിരിക്കും. നേരെ മറിച്ചോ ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് തൻ്റെ ശിഷ്യർക്ക് മുമ്പിൽ, തൻ്റെ സദസ്യർക്ക് മുമ്പിൽ ഇരിക്കുന്ന ഷെയ്ഖ് ഖലീഫായി റളിയല്ലാഹു അൻഹുവിനോട് ഈ പറയപ്പെട്ട പല വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വരുമ്പോ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ശിഷ്യൻ പറയാൻ, ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി, ഒരു സംശയവും ബാക്കി
ബാക്കി വെക്കാത്ത വിധം ഖുർആനിൽ നിന്ന് പറയുന്നുണ്ട്, ഹദീസിൽ നിന്ന് പറയുന്നുണ്ട്, കർമ്മശാസ്ത്രത്തിൽ നിന്ന് പറയുന്നുണ്ട്. ആ നിലക്ക് തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഓരോരുത്തരിനും മറുപടി പറയുന്നു ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. കുറേ സമയം ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു വന്നപ്പോ ആ സദസ്സിൽ നിന്ന് ശിഷ്യനായ ഞാനിങ്ങനെ എഴുന്നേറ്റ് നിന്നു. എനിക്കത് വല്ലാത്തൊരു പ്രയാസമായി പോയി. കാരണം എൻ്റെ ഉസ്താദിനെ പല നിലക്കുള്ള ചോദ്യങ്ങൾ ചോദിച്ച് സദസ്യരിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടപ്പോ ഫഖുംതു, ആ സദസ്സിൽ നിന്ന് ഞാൻ ചോദിച്ച് എഴുന്നേറ്റ് നിന്നിട്ട് സദസ്യരോട് ചോദിച്ചു, അമാ കഫാകും ഹാദാ, ഇത്രയൊക്കെ പോരെ? ഇനിയും ചോദിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടിക്കണോ? ഇത്രയൊക്കെ പോരെ ചോദിച്ചത് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രയാസം എന്റെ സദസ്യരോട് പങ്കുവച്ചപ്പോൾ ഉടനെ തന്നെ ഉസ്താദായ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, ദഅഹും അബാ സക്കരിയ, ആ സദസ്യരെ അവരെ പാട്ടിന് വിട്ടേക്കൂ, ഫല്യസ്അലൂനി, അവരെന്നോട് ചോദിച്ചോട്ടെ, ഇഷ്ടമുള്ളവരെന്നോട് ചോദിച്ചോട്ടെ. കാരണം ഖബല യഫ്ഖിദൂനി, കുറച്ചു കാലം കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്നെ കിട്ടിയില്ലെന്ന് വരാം. എന്ന് പറഞ്ഞാൽ ഞാനുള്ള കാലത്തല്ലേ അവർക്ക് ചോദിക്കാൻ കഴിയൂ, എന്നെ അനുഭവിക്കുമ്പോഴല്ലേ അവർക്ക് ചോദിക്കാൻ കഴിയൂ. ഞാൻ ഈ ലോകത്ത് നിന്ന് വേർപിരിഞ്ഞാൽ എന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന അവസരം മുടങ്ങിപ്പോകൂലേ? അതുകൊണ്ട് അവരിഷ്ടമുള്ളത് ചോദിക്കോട്ടെ. കാരണം ഇന്ന ദുനിയാ സവാൽ, ദുനിയാവ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ആ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദുനിയാവിന്റെ ഫലമായി ഒരു ദിവസം ഞാനും നാട് നീങ്ങും, ഞാനും ഇല്ലാതെയായി പോകും. അതുകൊണ്ട് എൻ്റെ വഫാത്ത് സംഭവിക്കുന്നതിന് മുമ്പ് ഈ സദസ്യർക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കട്ടെ, അവർ പഠിക്കാനുള്ളതൊക്കെ പഠിക്കട്ടെ. ഈ വാക്ക് ഉസ്താദിൽ നിന്ന് അങ്ങ് കേട്ടപ്പോ ഒന്ന് പറഞ്ഞ ശൈഖ് റിഫാഇ തങ്ങൾ അവിടുത്തെ വഫാത്തിലേക്കുള്ള ഒരു സൂചന കൊടുത്തിട്ടുള്ള സംസാരം ഈ സദസ്യരുടെ മുമ്പിൽ അങ്ങ് നടത്തിയപ്പോ അത് കേട്ടിട്ട് ജനങ്ങളൊക്കെ വല്ലാതെ സങ്കടപ്പെട്ട് കരഞ്ഞുപോയി. ഞാനിത് ഓർമ്മപ്പെടുത്തിയത് മഹാനുഭാവൻ നേടിയെടുത്ത വിജ്ഞാന മേഖലകളെ പരിചയപ്പെടുത്താനാണ്. അവരെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമു വർദ്ധിപ്പിച്ചു തരട്ടെ. അത്രയും വിശാലമായ മേഖല ഇൽമിന്റെ വഴിയിൽ ഏറ്റെടുത്ത മഹാനാണ് ശൈഖ് അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു. അതിലൂടെ ആയിരങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നത് കാണാം. മഹാനായ ശൈഖ് അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ നിന്ന് അവിടുത്തെ ആത്മീയ ഉപദേശം കേട്ടിട്ട് 5ലധികം ആളുകൾക്ക് അറ്റാക്ക് വന്ന് മരണം സംഭവിച്ചിട്ടുണ്ട്. മാത്രവുമല്ല അവിടുത്തെ കൈകളിലൂടെ ഷഹാദത്ത് ചൊല്ലി ദീനിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞത് 1000-ലധികം വരുന്ന ആളുകൾക്കാണ്. മഹാനായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന് 3000-ലധികം വരുന്ന ആളുകൾക്ക് ഷഹാദത്ത് ചൊല്ലി കൊടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ശൈഖ് അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹുവിന് 1000-ലധികം ആളുകൾക്ക് ഷഹാദത്ത് ചൊല്ലി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 40,000-ഓളം ആളുകൾ ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകളാണ്. പക്ഷേ വഴിവിട്ട ജീവിതം നടത്തിയിരുന്നവരും പല അശ്ലീലതകൾക്കും അടിമപ്പെട്ടു പോയവരും ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ആത്മീയോപദേശം കേട്ടിട്ട് ആ മഹാനുഭാവന്റെ നല്ല വഅള് കേട്ടിട്ട് ക്ലാസ് കേട്ടിട്ട് 40,000-ഓളം ആളുകൾ ജീവിതം നന്നാക്കിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവിടുത്തെ ജീവിതത്തിന്റെ കർമ്മഫലമാണ്. അവരൊക്കെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ. ഏറ്റവും വലിയ നേട്ടം എന്നൊക്കെ പറയുന്നത് ഇതാണ്, ജീവിതം കൊണ്ട് അടയാളപ്പെടുത്താൻ കഴിഞ്ഞ വലിയ നേട്ടം. ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു ഇൽമിന്റെ മേഖലയിൽ ആ നിലക്ക് പ്രോജ്വലിച്ചു നിൽക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യന് ആ മേഖലയിൽ ഉണ്ടാകേണ്ട മറ്റൊരു ഘടകമാണ് ഇൽമുള്ളവരോടും സ്ഥാനമുള്ളവരോടും ആദരിക്കപ്പെടേണ്ടവരോടും തികഞ്ഞ മതിപ്പ്, നല്ല ആദരവ്.
മഹാന്മാര് പറയുന്നത് കാണാം, ആലിമീങ്ങളെ കണ്ടാൽ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് ആദരിക്കും, അവരെ വല്ലാതെ പുകഴ്ത്തും, അവരെ കൈകൾ പിടിച്ചിട്ട് ബറക്കത്തെടുക്കും. എന്നിട്ട് ശൈഖ് റിഫാഇ തങ്ങൾ തന്റെ കൂട്ടുകാരോടും പറയും, ഈ ആളുകളെ ബഹുമാനിക്കണേ, സയ്യിദന്മാരെയും ആലിമീങ്ങളെയും ബഹുമാനിക്കണേ. ആദരവ് പാടെ നഷ്ടപ്പെട്ടു പോയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പറയുന്ന നമുക്കും എല്ലാവർക്കും ആദരവിന്റെ വിഷയത്തിൽ വലിയ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. ചില ആളുകളുടെ സംസാരത്തിൽ സയ്യിദന്മാരും ആലിമീങ്ങളും എല്ലാവരും കണക്കായിരിക്കും. ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ആദരിക്കേണ്ടവരെ ആദരിക്കലാണ്. ശൈഖ് റിഫാഇ തങ്ങളെ പഠിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് നല്ല ആദരവുള്ള മനസ്സ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആദരിക്കേണ്ടവരെ ആദരിച്ചേ മതിയാകൂ. ഞാൻ എത്ര വലിയവനാണെങ്കിലും എനിക്ക് ജന്മം നൽകാൻ കാരണക്കാരായ എൻ്റെ ഉമ്മയെയും ബാപ്പയെയും ഞാൻ ആദരിക്കണം. ഞാൻ ഏത് മേഖലകൾ പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിലും, ഏത് ബിരുദ കൂമ്പാരങ്ങൾക്കിടയിൽ ജീവിക്കുന്നവനാണെങ്കിലും, എനിക്ക് ആദ്യാക്ഷരം പകർന്നു തന്ന ഒരു ഗുരു ഉണ്ടാകും, എൻ്റെ ഒരു ഉസ്താദ് ഉണ്ടാകും, എനിക്ക് 2 അക്ഷരം കൂട്ടി വായിക്കാൻ പഠിപ്പിച്ചു തന്ന ഒരു അധ്യാപകൻ ഉണ്ടാകും. ആ അധ്യാപകനോട് എൻ്റെ മനസ്സിൽ ആദരവുണ്ടാകണം, ബഹുമാനമുണ്ടാകണം. അധ്യാപകരുടെ മുഖത്തേക്ക് കരിയോയൽ ഒഴിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അധ്യാപകരെ ഗരാവോ ചെയ്യുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ കാലത്തെ കൂട്ടുകാരൊക്കെ ശരിക്കും പഠിക്കണം. ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു ആലിമീങ്ങളെയും സാദാത്തുക്കളെയും മഹോന്നതരായ വ്യക്തിത്വങ്ങളെയും ആദരിക്കുക മാത്രമല്ല, തന്റെ കൂട്ടുകാരോട് മഹാനവറുകൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഹാഉലാഇ അർക്കാനുൽ ഉമ്മത്തി വഖാദതുഹാ. ഈ ആലിമീങ്ങള്, ഈ സാദാത്തുക്കള് ഈ ഉമ്മത്തിന്റെ സ്തംഭങ്ങളാണ്, ഈ ഉമ്മത്തിന്റെ പില്ലറുകളാണ്, ഇതിന്റെ നേതൃത്വമാണ്. ഈ നേതൃത്വം ആദരിച്ചോളണം, ബഹുമാനിച്ചോളണം. ഈ ഒരു മേഖല നമുക്ക് ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട് മഹാനായ ശൈഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. എന്നു മാത്രമല്ല, ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് അവിടുത്തെ ജീവിതത്തിലെ പ്രധാന മേഖലയിലേക്ക് നമുക്ക് കടക്കാം. മഹാനായ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ധാരാളം ഇൽമു പഠിച്ചു, ഒരുപാട് മഹാന്മാരെ ആദരിച്ചു. അതോടൊപ്പം ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് ആത്മീയ ബന്ധങ്ങൾ. നമുക്ക് അല്ലാഹു തആല ധാരാളം ആത്മീയ ബന്ധങ്ങൾ നൽകട്ടെ. ഒരുപാട് മഹാന്മാരെ കാണാൻ, അവരെ കൈപിടിക്കാൻ, അവർ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ, എത്ര വലിയ ബറക്കത്താണ് കേരളീയരായ നമുക്ക് അല്ലാഹു തആല തന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ഒരുപാട് മഹാന്മാർ നമ്മുടെ കേരള നാട്ടിലെത്തുന്നുണ്ട്. അതിന് നമ്മുടെ നാട്ടിലെ ആലിമീങ്ങൾ കാരണക്കാരാണ്. അള്ളാഹു നമ്മുടെ നേതൃത്വത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് അല്ലാഹു തആല നൽകട്ടെ. അവര് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആത്മീയ നേതൃത്വങ്ങളെ നമ്മുടെ നാടുകളിലേക്ക് കൊണ്ടുവരികയാണ്. അവര് വരുമ്പോ അവരെ കാണുക, അത് നമ്മുടെ ജീവിതത്തിലൊരു സൗഭാഗ്യമാണ്. അവരെ മുമ്പിൽ ചെന്നിരിക്കുക, അതൊരു സൗഭാഗ്യമാണ്. അതിനൊക്കെ വലിയ പവറോടുകൂടെ കണ്ട ആളുകൾ ഈ മഹാന്മാരുടെ ലോകത്ത് നിന്ന് പഠിക്കാൻ നമുക്ക് കഴിയും. ശൈഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അത്തരം ആത്മീയ ബന്ധങ്ങളിൽ ഒരുപാട് കണക്ഷൻ ഉണ്ടാക്കിയെടുത്തയാളാണ്. അദ്ദേഹം തന്നെ ആത്മീയ രംഗത്തെ വലിയ മഹാത്മാവാണെന്നതോടൊപ്പം തന്നെ ആ നാട്ടിൽ കിട്ടുന്ന, അന്നത്തെ കാലഘട്ടത്തിൽ കിട്ടുന്ന മറ്റുള്ള ആത്മീയ മഹാന്മാരെ കാണാനും അവരോട് ബന്ധം സ്ഥാപിക്കാനും സമയം കണ്ടെത്തിയ ആളാണ് ശൈഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാൻ തന്നെയാണ് അവിടുത്തെ അമ്മാവന്മാരിൽ വളരെ പ്രശസ്തനായ, ആ കാലഘട്ടത്തിലെ സുൽത്താനുൽ ഉലമ എന്ന ഭരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു മഹാനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശൈഖ് അബൂബക്കർ എന്നാണ്. ആ മഹാനുമായി മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന് വലിയ ബന്ധമായിരുന്നു. നമ്മൾ ഈ സദസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ വളർത്തിയെടുത്ത അവിടുത്തെ മറ്റൊരു അമ്മാവനുണ്ട്, ശൈഖ് അബൂ മൻസൂർ. അവിടുത്തെ ആത്മീയ സദസ്സിലും ഏത് സമയത്തും ഹാജരാകുന്നവരായിരുന്നു ശൈഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്റെ മദദ് നമുക്കൊക്കെ തരട്ടെ. ഈ നിലക്കൊക്കെ വിരാജിച്ചു നിന്ന ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ
മറ്റു പ്രധാനപ്പെട്ട ഒരു മുഖമുണ്ട്. ഒരു പക്ഷേ ഈ സദസ്സുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ആ മുഖമാണ്. മഹാനായ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു സുൽത്താനുൽ ആരിഫീൻ, ആത്മീയ ലോകത്തെ മഹാന്മാരുടെ സുൽത്താൻ എന്നൊരു അപരനാമം. എന്നാൽ ആ പറയുന്ന പേര് പോലെ തന്നെ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിന് മറ്റൊരു സ്ഥാനമുണ്ട്. ആ പേരാണ് സുൽത്താനുൽ ആശിഖീൻ, ആശിഖീങ്ങളുടെ നേതാവ്. ആശിഖീങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭാഷയിൽ പറയുന്ന ഇഷ്ഖ് ആരോടാണ്? അത് ഏറ്റവും വലിയ ഇഷ്ഖ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊന്നും അല്ലാഹു തആല ആ ഇഷ്ക് എന്താണെന്ന് നമുക്കറിയൂല. ഈ പറയപ്പെടുന്നൊക്കെ മഹാന്മാരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് മുഹിബ്ബീങ്ങളിൽ ആശിഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ചേർത്തു തരട്ടെ. ആശിഖീങ്ങളുടെ ലോകം, ആശിഖീങ്ങളുടെ ജീവിതം, അത് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ തീരൂല. ഒരു വിവരവുമില്ലാത്ത നമ്മൾ തന്നെ പറഞ്ഞാലും അത് എവിടെയും എത്തൂല. ആശിഖീങ്ങളുടെ ലോകത്തെ പ്രത്യേകത എന്താണ്? ആശിഖീങ്ങളുടെ ലോകക്ക് അവരാരെയാണോ സ്നേഹിക്കുന്നത്, ആ സ്നേഹിക്കുന്ന ആളുടെ പേര് പച്ചക്ക് പറയാൻ പോലും അവരെ നാക്കുയരൂല. എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഒരു സ്വലാത്തിന്റെ വചനം പോലും കൂട്ടാതെ, ഒരദബില്ലാതെ പച്ചക്ക് പറയുന്ന ആളുകളുണ്ട്. ആ പേര് ആ വിധം കേട്ടുകഴിഞ്ഞാൽ ആശിഖീങ്ങളുടെ മനസ്സിൽ അത് സഹിക്കൂല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിനോടൊപ്പം സ്വലാത്ത് സലാമുകൾ ചേർത്തിട്ടേ അവർ പറയൂ. പേര് പറയാൻ തന്നെ അവരുടെ മനസ്സ് പലപ്പോഴും സമ്മതിക്കൂല. തങ്ങളുടെ സ്ഥാനപ്പേരുകൾ പറയലാണ് ആശിഖീങ്ങളുടെ പതിവെന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളക്കരയിൽ ജീവിച്ചുപോയ ഒരുപാട് ആശിഖീങ്ങളുണ്ട്. കേരളക്കരയിൽ ഇന്നും ജീവിക്കുന്ന ഒരുപാട് ആശിഖീങ്ങളുണ്ട്. അല്ലാഹു അവർക്ക് ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഈ അടുത്ത കാലത്ത് കൺമറഞ്ഞു പോയ ഏറ്റവും പ്രധാനപ്പെട്ട മഹാനാണ് നമ്മുടെ ഈ കേരളക്കരയിൽ ഇഷ്കിന്റെ തരംഗം പഠിപ്പിച്ചു തന്ന മഹാൻ ശൈഖുനാ അലിക്കുഞ്ഞി ഉസ്താദ്. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ മഹാനായ അലിക്കുഞ്ഞി ഉസ്താദ് പ്രയോഗിക്കുന്ന ഒരു വാക്ക് തന്നെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരാണ്. മുത്തുനബിയുടെ പേര് നേരിട്ട് പറയാൻ ഉസ്താദിനെ കൊണ്ട് കഴിയുന്നില്ല. ഞാൻ ഈ അടുത്ത മഹാനുഭാവനെ പറ്റി വായിച്ചൊരു അനുഭവം, ശൈഖ് റിഫാഇ തങ്ങളെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ അവരൊക്കെ എങ്ങനെ ഇഷ്കിന്റെ ലോകത്ത് വിരാജിച്ചു, അവരെങ്ങനെയാണ് ആ ഇഷ്ക് പ്രകടിപ്പിച്ചു പോയത്, ഇത് വായിക്കുമ്പോ നമ്മുടെ മനസ്സിൽ കൂടുതൽ ഇഷ്ക് നിറയാനും മഹബ്ബത്ത് നിറയാനുമാണ് ഈ ഒരു വിഷയം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ അലിക്കുഞ്ഞി ഉസ്താദിന്റെ ദർസില് അവിടുന്ന് നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനത്തിൽ വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ നൽകാനും വിദ്യാർത്ഥികൾക്ക് ചില വിഷയങ്ങളിൽ പ്രത്യേക പഠനം നൽകാൻ അറിയപ്പെട്ട ഒരു പ്രഭാഷകനെ കൊണ്ടുവന്നു. ആ പ്രഭാഷകൻ മുതഅല്ലിമീങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ പല വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു കൊടുത്തു. കുട്ടികൾക്ക് വളരെ റാഹത്തായി, വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന്റെ ക്ലാസ് ഒക്കെ സമാപിച്ചു. ആ പ്രഭാഷകൻ പോയി. അതിനുശേഷം ഉസ്താദിന്റെ ഹദ്റത്തിൽ അവിടുത്തെ സ്ഥാപനത്തിലുള്ള മറ്റു ഉസ്താദുമാരിങ്ങനെ ചേർന്നിരുന്ന് ആ ക്ലാസിനെ പറ്റി ഇങ്ങനെ വിലയിരുത്തുന്ന സമയത്ത് ഓരോ ഉസ്താദുമാരും ക്ലാസ്സിനെ ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോ അലിക്കുഞ്ഞ് ഉസ്താദിന്റെ മുഖത്തൊരു സന്തോഷവുമില്ല. ഉസ്താദിന്റെ മുഖത്തെന്തോ ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്നത് പോലെ. ചോദിച്ചു, എന്തേ ഉസ്താദേ നിങ്ങൾക്കൊരു പ്രയാസം? ആ സമയത്ത് ഉസ്താദ് പറഞ്ഞൊരു മറുപടിയുണ്ട്, എനിക്ക് അത്രയൊന്നും ആ ക്ലാസ് അങ്ങ് ബോധിച്ചിട്ടില്ല. എന്തേ കാരണോ? അദ്ദേഹം ക്ലാസ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും പ്രയോഗിച്ചത് പ്രവാചകൻ എന്നൊരു വാക്കാണ്. അതെന്റെ മനസ്സിന് സഹിക്കൂല. പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രം പറഞ്ഞ് ശീലിച്ച ഉസ്താദിന് പ്രവാചകർ എന്ന ഒരു വാക്ക്
ഹബീബായ തങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അത് സഹിക്കാൻ കഴിയുന്നില്ല. ഇതാണ് ആശിഖീങ്ങളുടെ ലോകം. അവരെ ബറക്കത്ത് കൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ഇങ്ങനൊരു അധ്യായത്തിൽ നിന്ന്, ഇങ്ങനൊരു മേഖലയിൽ നിന്ന് വേണം മഹാനായ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ഇഷ്ഖിന്റെ ലോകത്തെ നമ്മൾ പഠിക്കാൻ. ഞാൻ പ്രധാനമായും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് സംസാരിക്കുന്നത് ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നമ്മൾക്ക് വായിച്ചു ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന രണ്ട് ഇഷ്ഖിന്റെ തലങ്ങളുണ്ട്. ഒരുപാട് മേഖലകളുണ്ട്. അതിൽ നിന്ന് പ്രധാനപ്പെട്ട രണ്ടു തരംഗങ്ങൾ വഹിക്കാം. ഒന്ന് ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം മുഴുവനും അവിടുന്ന് വരുത്തി തീർത്തത്, ജീവിച്ചു തീർത്തത് മുഴുവനും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തത്തിലാണ്. ഒരു മുഹിബിന്റെ ജീവിതത്തിൽ നിന്ന് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. എനിക്കും നിങ്ങൾക്കും അല്ലാഹു ഈ ലോകത്ത് തന്ന ഏറ്റവും വലിയ നിഅമത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ജനിക്കാൻ അവസരം കിട്ടി എന്നുള്ളതാണ്. അവിടുത്തെ ഖൈറായ ഉമ്മത്തിൽ അല്ലാഹു നമ്മളെ മരണം വരെ നിലനിർത്തി തരട്ടെ. ആ ഉമ്മത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയ സാധുക്കളായ നമ്മൾക്ക് ഇത്രയും വലിയൊരു നിഅമത്ത് അല്ലാഹു തആല തന്നിട്ടുണ്ടെങ്കിൽ ജീവിതം കൊണ്ട് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനമാണ് ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു കാണിച്ചു തന്നത്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം, അവിടുത്തെ ഒരു തിരുനോട്ടം, അത് ജീവിതത്തിൽ നേടിയെടുക്കുക എന്നുള്ളതാണ് ഏതാളുകളുടെയും ഏറ്റവും വലിയ കടപ്പാട്. ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു നടത്തിയതും അത് തന്നെയാണ്. ഇത് ശൈഖ് റിഫാഇ തങ്ങൾ പഠിച്ചെടുത്തത് ഇവിടെ നിന്നാണ്. പൂർവികരായ മഹാന്മാരും പ്രത്യേകിച്ച് ഹബീബായ തങ്ങളെ നേരിട്ട് കണ്ടനുഭവിക്കാൻ അവസരം കിട്ടിയ ലോകത്ത് അവർക്ക് തുല്യരായി വേറൊരാൾ പറന്നിട്ടില്ലല്ലോ. അവരാണ് റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ. ആ സ്വഹാബികളിൽ നിന്നാണ് ഇത് പഠിക്കുന്നത്. സ്വഹാബികളുടെ ഏറ്റവും വലിയ സന്തോഷം ഏത് വിഷയം ചെയ്യുമ്പോഴും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമാണ്. വഫാത്തിന്റെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്റെ അരുമ ശിഷ്യനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് യമനിലേക്ക് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് പുറപ്പെടാൻ പറയുന്ന സമയം മഹാനായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് എന്നവരോട് പറയുന്ന പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങളുണ്ട് അവിടെ. ഒന്ന്, മുആദ് പ്രബോധനം നടത്തി തിരിച്ച് മദീനയിലെത്തുമ്പോ ഞാനും നിങ്ങളും ഇനി നേരിട്ട് കണ്ടില്ലെന്നു വരാം. ഈ വാക്ക് ഒരു മുഹിബ്ബിന് സഹിക്കുന്ന വാക്കല്ല. കാരണം ഈ സ്വഹാബികൾ ഒന്നുമല്ലാത്തതിൽ നിന്ന് അവരെ വളർത്തിയിട്ട് അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബായ തങ്ങളെ ഇനി കാണൂല എന്ന രൂപത്തിൽ ഒരു സംസാരം നടത്തിയപ്പോ മുആദ് എന്നവർ റസൂലുള്ളാഹിന്റെ കൈപിടിച്ച് വാവിട്ട് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് പറഞ്ഞു, ഹബീബായ തങ്ങളെ, അങ്ങയുടെ ഇഷ്ടം ഞാൻ അങ്ങ് യമനിൽ ചെന്ന് പ്രബോധനം നടത്തലാണെങ്കിൽ ആ മേഖല ഞാൻ തെരഞ്ഞെടുക്കുന്നു നബിയേ. ഒരു മടിയുമില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറഞ്ഞോ, എന്താണോ അവിടുത്തെ പൊരുത്തമുള്ളത്, ആ പൊരുത്തം ഏറ്റെടുക്കാൻ ആ സ്വഹാബികൾ തയ്യാറാണ്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് എന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മുആദ്, നിങ്ങൾ യമനിലെത്തുമ്പോ ജനങ്ങൾക്കിടയിൽ പല അഭിപ്രായങ്ങളും കാണും, പല സംശയങ്ങളും ഉണ്ടാവും. അവർക്ക് ഇസ്ലാമിന്റെ നിയമങ്ങളെ പറ്റി പലതും ചോദിക്കാനുണ്ടാകും. നിങ്ങൾ ഏത് രൂപത്തിലാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുക? ആ വിഷയത്തെ നിങ്ങൾ ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്യുക? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് വേണമെങ്കിൽ പറയാലോ. കാരണം ഇത്രയും കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിലിരുന്ന് മതം പഠിച്ചിട്ടുണ്ട്. നബിയേ, ഞാൻ അങ്ങ് പഠിപ്പിച്ചു തന്ന നിയമങ്ങൾ എൻ്റെ മനസ്സിലുണ്ടല്ലോ, എനിക്ക് ആ നിയമങ്ങൾ അനുസരിച്ച് പറയാലോ തങ്ങളെ.
ഇത് പറയുന്നതിനു പകരം ഇങ്ങനെ ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നതിനു പകരം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പ്രയോഗിച്ച ഒരു വാക്കുണ്ട്. നബിയേ, ആ യമനിലെത്തുന്ന സമയത്ത് ജനങ്ങൾ വന്ന് ദീനിന്റെ വിഷയങ്ങൾ ചോദിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞ ആയത്തുകൾ ഞാൻ അവർക്ക് ഓതിക്കൊടുക്കും. നബി തങ്ങൾ ചോദിച്ചു, മുആദേ, ഖുർആനിൽ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടുന്ന് പറഞ്ഞു, ഖുർആനിന്റെ ആയത്തുകൾ വിശദീകരിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് പരിശുദ്ധ ഹദീസുകളാണ്. ആ ഹദീസുകൾ അങ്ങയുടെ മൊഴിമുത്തുകളാണ് നബിയെ. ആ വാക്കുകൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഹദീസുകളിലും നേരിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലോ? മൂന്നാമതാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് അവിടുത്തെ സ്വന്തം ഗവേഷണത്തിന് സ്ഥാനം കൊടുത്തിട്ട് മറുപടി പറയുന്നത്. ഖുർആനും ഹദീസും വെച്ചിട്ട് ഗവേഷണം ചെയ്തിട്ട് ഞാൻ മറുപടി പറഞ്ഞു കൊടുക്കും. ഇതങ്ങ് കേട്ടപ്പോ തന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്റെ ഭാഗത്ത് നിന്ന് ഈ നിലക്കൊരു സംസാരം കേട്ട സമയത്ത് അണഞ്ഞു കൂട്ടിപ്പിടിച്ചു ഹബീബ് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അണഞ്ഞു കൂട്ടിപ്പിടിച്ചിട്ട് അന്ന് മുത്തുനബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞൊരു വാക്കുണ്ട്, പടച്ചോനെ, നിനക്കാണ് സർവസ്തുതിയും. ഏത് വിഷയത്തില്? ഈ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ യമനിലേക്ക് പറഞ്ഞേക്കുമ്പോ എന്റെ പൊരുത്തമാണല്ലോ അവിടുന്ന് പ്രതീക്ഷിച്ചത്. ആ പൊരുത്തത്തിന്റെ വർത്തമാനം പറഞ്ഞ മുആദ് തങ്ങൾക്ക് അങ്ങനെ പറയാൻ അവസരം കൊടുത്ത റബ്ബേ, നിനക്കാണ് സർവസ്തുതിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വഹാബത്ത് പ്രതീക്ഷിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമാണ്. ആ പൊരുത്തമാണ് എല്ലാ മഹാന്മാരും ജീവിതത്തിൽ നേടിയത്. കൂട്ടത്തിൽ മഹാനായ ശൈഖ് അഹ്മദുൽ കബീർ റിഫാഴി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞു, ഇഷ്കിന്റെ മേഖലയിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ സദസ്സിൽ പ്രതിപാദിക്കുന്നത്. ഒന്ന്, ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊരുത്തം നേടലാണ്. എങ്ങനെയൊക്കെ ആ പൊരുത്തം നേടാൻ പറ്റുമോ? അവിടെയൊക്കെ മഹാനായ ശൈഖ് അഹ്മദുൽ കബീർ റിഫാഴി റളിയല്ലാഹു അൻഹു ആ മേഖല ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ മഹാനുഭാവനോട് അവിടുത്തെ ശിഷ്യന്മാരൊരിക്കൽ ചോദ്യം ചോദിക്കുന്നുണ്ട്. ശിഷ്യന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഉസ്താദ് ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമാണല്ലോ പല നിലക്കുള്ള സംസാരങ്ങളും ചോദിക്കും. പ്രത്യേകിച്ച് മുതഅല്ലിമീങ്ങളും ഉസ്താദുമാരും തമ്മിൽ വലിയ ബന്ധമായിരിക്കും. അതിൽ തമാശകൾ കടന്നു വരും, അവരോട് നല്ല ഫ്രണ്ട്ഷിപ്പോടെയുള്ള സംസാരങ്ങൾ കടന്നു വരും. അക്കൂട്ടത്തില് ശൈഖ് റിഫാഴി റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ അവിടുത്തെ ആ മഹാനുഭാവനോട് അവിടുത്തെ ശിഷ്യരിൽപ്പെട്ട ഒരാൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഉസ്താദേ, ഈ കൂടിയ ഞങ്ങളോട് അങ്ങക്ക് എന്ത് വസിയ്യത്താ പറയാനുള്ളത്? എന്ത് വസിയ്യത്താ ഞങ്ങളോട് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോ ശൈഖ് റിഫാഴി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭൗതിക ലോകത്ത് ജീവിക്കുന്ന സമയത്ത് പരമാവധി അടങ്ങി ഒതുങ്ങി സേവകരായി പരമാവധി നല്ല നിലയിൽ ജീവിച്ചു പോകണേ. ഇതങ്ങ് പറഞ്ഞപ്പോ ഈ ശിഷ്യൻ ചോദിക്കുകയാണ്, ഉസ്താദേ, അതെങ്ങനെ സാധിക്കോ? അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചപ്പോ അതിന് മറുപടിയായി 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ 3ഉം ശിഷ്യരോട് പറയുന്നുണ്ടെങ്കിലും അത് ഉസ്താദായ ശൈഖ് റിഫാഴി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടിയ ദൃശ്യങ്ങളാണ്. ആ 3ൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറുപടിയാണ് ശിഷ്യരോട് പറയുന്നത്, വത്തഖ്തദീ ബിസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആശിഖീങ്ങളുടെ ലോകത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഇഷ്കുള്ളവരുടെ ലോകത്ത് അവരുടെ ഏറ്റവും പ്രധാന അജണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം നേടലാണ്. ആ പൊരുത്തം നേടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വാക്കിലും പ്രവൃത്തിയിലും എല്ലാ കാര്യങ്ങളിലും കഴിവിന്റെ പരമാവധി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റലാണ്. നമുക്ക് ശൈഖ് റിഫാഴി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഏട് അറിയാം. അത് ഈ വിനീതം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഏടിന്റെ അടിത്തറയിലേക്ക് നമ്മൾ ഇറങ്ങി പരിശോധിച്ചാൽ
അവിടെ മുഴുവനും ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു പറയുന്ന ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ആ സത്യത്തിൽ ഒരു മുഹിബിന്റെ മനസ്സിൽ നിന്ന് വരുന്ന വാക്ക്. നമുക്കറിയാലോ, മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനെ പറ്റി പണ്ഡിതന്മാർ എഴുതി വെക്കുന്ന ഒരു കാര്യമുണ്ട്. കുല്ലു മാ ഹസല ലിദ്ദിഫാഇ മിനൽ മഖാമാത്ത്. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന് ഏതൊക്കെ സ്ഥാനങ്ങൾ എവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടോ, ഏതൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ, ആ സ്ഥാനമാനങ്ങളുടെയൊക്കെ കാരണം ഇന്നമാ ഹുവ മിൻ കസ്റതി ശഫഖതിഹി അലൽ ഖൽഖ്. തന്റെ സഹജീവികളോട്, ലോകത്തുള്ള മറ്റു സൃഷ്ടികളോട് ആർദ്രതയുടെ മനസ്സ് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായി എന്നുള്ളതാണ് ആ മഹാനുഭാവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയത്തിന് കാരണോ. ഈ കാരണം വെച്ചിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ സംസാരിക്കുന്നത്. ഈ കാരണത്തിന്റെയും അടിവേര് അന്വേഷിച്ച് നമ്മൾ പോയാൽ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു അതിലൂടെയൊക്കെ ഉന്നം വെക്കുന്നത് മഹബ്ബത്തു റസൂലില്ലാഹി. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. കാരണം ഏത് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ശിഷ്യന്മാരിങ്ങനെ ചോദിക്കും ഷെയ്ഖ് റിഫായി തങ്ങളോട്, എന്തിനാ ഉസ്താദെ നിങ്ങൾ അത് ചെയ്തത്, എന്തിനാണ് ഉസ്താദെ അത്രയും ദിവസം നിങ്ങൾ അതിന് ചെലവഴിച്ചത്? അവിടെയൊക്കെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തിങ്ങനെ പറയുന്നു. അത് ആശിഖിന്റെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. അത് ആശിഖിന്റെ മനസ്സിൽ നിന്ന് വരുന്ന മറുപടിയാണ്. എന്ത് ചെയ്യുന്ന സമയത്തും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുത്തുനബിയുടെ അധ്യാപനമാണ്, റസൂലുള്ളാഹിന്റെ പൊരുത്തം ഇതിലൂടെയാണ്. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് തന്റെ ശിഷ്യന്മാരോട് പങ്കുവെക്കുന്നു ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു. ഒറ്റ അധ്യായം വായിക്കാം. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു അടയാളപ്പെടുത്തിയ ഒന്നാണ് തന്റെ നാട്ടിലെ അശരണരായ ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് ആ നിരാലംബരായി നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അവലംബമായി മാറുക, അനാഥകളെ സംരക്ഷിക്കുക. ഈ നിലക്കുള്ള വിഷയങ്ങളിൽ വലിയ ശ്രദ്ധ കാണിച്ചയാളാണ് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രായം ചെല്ലുന്ന മനുഷ്യരോട് അടങ്ങാത്ത ബഹുമാനം. പ്രായമുള്ളവരെ ബഹുമാനിക്കുക, അവർക്ക് അവസരം കൊടുക്കുക. അവർ ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ താൻ ഇരിക്കുന്ന സീറ്റ് അവർക്ക് കൊടുക്കുക. അവർ റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് കടക്കാൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ കൈയൊന്ന് പിടിച്ചു കൊടുക്കുക. അവരെന്ത് വിഷയത്തിൽ പ്രയാസപ്പെടുന്നോ അവിടെ ഒരു സഹായിയായി ചെന്ന് നിൽക്കുക. മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ പരിപാടിയാണ്. ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മൂമിനെ, ഞാനും നിങ്ങളൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മളെയൊക്കെ ജീവിതത്തിൽ നടക്കാതെ പോകുന്ന ഒരു വിഷയമാണ്. പ്രായമുള്ള ആളുകളെ കാണുമ്പോൾ പുച്ഛ മനോഭാവത്തോടെ കാണുന്ന ആളുകളുണ്ട്. അവരൊക്കെ അടവ് തെറ്റിയവരാണ് എന്ന രൂപത്തിൽ അവരെ സമീപിക്കുന്നവരുണ്ട്. പ്രായമുള്ളവരെ കാണുമ്പോൾ അവരെന്തെങ്കിലും ഒരു സംസാരം നടത്തുമ്പോൾ അവരെ കളിയാക്കി അവർ തള്ളു തുടങ്ങിയിട്ടുണ്ട് എന്ന രൂപത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. പ്രായമുള്ളവരങ്ങനെയാണ്. പഴയ കഥകൾ പറയും. നമ്മളെ പുതിയ കാലഘട്ടത്തിലല്ലേ കഥകൾ പറയാനില്ലാത്തത്. അടുത്തൊരു ഉമ്മത്തിന്, അടുത്ത വരുന്ന ഒരു ടീമിന് ഇത്രയും കഥകൾ പറയാനുണ്ടാകൂല. എന്നാൽ പ്രായമുള്ളവർ ജനങ്ങൾക്കിടയിൽ ജീവിച്ചു പോന്നവരായതുകൊണ്ട് പല കഥകളും പറയാനുണ്ടാവും. പക്ഷെ അത് കേൾക്കുന്ന സമയത്ത് പുച്ഛമനോഭാവത്തോടെ സമീപിക്കുക. അവരെവിടെങ്കിലും ഒന്ന് കുടുങ്ങിയാൽ അവരെ രക്ഷപ്പെടുത്താൻ പോലും മനസ്സ് പാകപ്പെടാത്ത പുതിയ തലമുറ. അവിടെ നിന്നാണ് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനെ പഠിക്കേണ്ടത്. നമ്മളൊരാൾ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലിരിക്കുന്ന സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ. ആ സമയത്താ പ്രായം ചെന്ന ഒരാള് അദ്ദേഹം ബസ്സിൽ കയറുന്നു. അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയിട്ടില്ല. മുകളിലെ കമ്പിയിലേക്ക് പിടിക്കാനും കഴിയുന്നില്ല, സൈഡിലെ കമ്പിയിൽ അദ്ദേഹത്തിന് പിടുത്തം കിട്ടുന്നുമില്ല. ആ ലെവലിൽ അദ്ദേഹം ഇങ്ങനെ പ്രയാസപ്പെടുകയാണ്. നമ്മളോ ആരോഗ്യമുള്ള നല്ല ചുറുചുറുക്കുള്ള പ്രായത്തിലുള്ളവർ അവിടെ ഇരിക്കുകയാണ്. നമ്മളെന്താ ചെയ്യുക? നമ്മൾ ഉറങ്ങിയാൽ ഉറക്ക് തീരൂല. ഈ പ്രായമുള്ള ആളെ നമ്മൾ കാണുകയില്ല. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് നമ്മളെ തലതിരിക്കൂല. അദ്ദേഹത്തെ നവർ മൈൻഡ് ആക്കും. മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല
ഈ പറയപ്പെട്ട ആളുകളെ പരിഗണിച്ച് അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുക, അവരെ രക്ഷപ്പെടുത്തുക, അവരെ സഹായിക്കുക എന്ന ഒരു മേഖലയാണ്. ശിഷ്യന്മാരിൽ നിന്ന് പലരും ചോദിച്ചു, ഉസ്താദേ, എന്തിനാ നിങ്ങളെ ജീവിതത്തിലെ വിലപ്പെട്ട സമയം ഈ മേഖലയിൽ നിങ്ങൾ ചെലവഴിക്കുന്നത്? അവിടെയാ നമ്മൾ നേരത്തെ പറഞ്ഞത്, ഏത് കാര്യം ചെയ്യുമ്പോഴും അതിന്റെ അടിവേര് ചെന്നെത്തുന്നത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ശൈഖ് റിഫായി തങ്ങൾ തന്നെ പറയുന്നുണ്ട് ശിഷ്യന്മാരോട്. വഖാൽ, അവിടുന്ന് പറയാൻ ഈ ചോദ്യം ചോദിച്ച ശിഷ്യന്മാരോട് ശൈഖ് റിഫായി തങ്ങളെ മറുപടിയാണ്, ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ പ്രവർത്തനം ചെയ്യാനുള്ള കാരണം എൻ്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ തങ്ങൾ പറഞ്ഞത്? മൻ അക്രമദാ ശൈബ, പ്രായമുള്ളവരെ, നരബാധിച്ചവരെ, ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അവസാന പോയിന്റിലേക്ക് എത്തി നിൽക്കുന്ന ആളുകളെ ഒരാൾ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ, സഖറല്ലാഹു ലഹു മയ്യുക്രിമുഹു ഇൻദ ശൈബതിഹി, ഈ ആദരിക്കുന്ന വ്യക്തിക്ക് പ്രായമാകുമ്പോ അദ്ദേഹത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും സഹായിക്കാനും അദ്ദേഹത്തെ കാങ്ങും തണലുമായി കൂടെ നിന്ന് കൊടുക്കാനും ഒരു ടീമിനെ അല്ലാഹു ഏർപ്പാട് ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ചെയ്യുന്നത് എന്ന് ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു. ഇതാണ് ആശിക്കിന്റെ ഒരു ലോകം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഏത് വിഷയം ചെയ്യുമ്പോഴും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പൊരുത്തം ആ പ്രവർത്തനത്തിലൂടെ ഏറ്റെടുക്കുക. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു പ്രായമുള്ളവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നു. നാട്ടിലാണെങ്കിലും എത്ര ദൂരെയാണെങ്കിലും അവരെ തേടിപ്പിടിച്ച് അവരെ ചാരയെത്തുകയാണ്. അതിന്റെ കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കും നല്ല മനസ്സ് തരട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. എന്താ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇന്നലി കുല്ലി ഷൈഇൻ മിഫ്താഹ, എല്ലാ വസ്തുക്കൾക്കും ഒരു കീ ഉണ്ട്, ഒരു ചാവിയുണ്ട്, താക്കോലുണ്ട്. എന്നാൽ വ മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ഹുബ്ബുൽ ഫുഖറാഇ വൽ മസാകീൻ, പാവപ്പെട്ടവരെ സ്നേഹിക്കലാണ്. പാവപ്പെട്ടവർക്ക് സഹായം എത്തിക്കുക, അവരെ സ്നേഹിക്കുക, ആർദ്രതയുടെ മനസ്സവർക്ക് വെച്ചുകൊടുക്കുക. ഇതാണ് സ്വർഗത്തിന്റെ താക്കോലെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അധ്യാപനം തന്റെ ജീവിതത്തിലേക്ക് ഏറ്റുപിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അക്കാരണം കൊണ്ടാണ് ഞാൻ ഈ വിഷയം ചെയ്യുന്നത് എന്ന് മഹാനായ ശൈഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. നമുക്കൊക്കെ അറിയാലോ, മനുഷ്യരോട് മാത്രമല്ല മനുഷ്യേതര ജീവികളോട് കാരുണ്യം കാണിച്ച ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു 40 ദിവസത്തോളം കുഷ്ഠരോഗം ബാധിച്ച് തന്റെ വീട്ടുപടിക്കലെത്തിയ ഒരു കെൽബിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചു. 40 ദിവസം കഴിഞ്ഞപ്പോൾ ആരോഗ്യവാനായി ആ കെൽബ് എഴുന്നേറ്റ് പോയപ്പോ പലരും കളിയാക്കി ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ച് കളിയാക്കിയ സമയത്ത് അവിടെ പോലും ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഖാല റസൂലുള്ളാഹി. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട മൂമിനെ ഒരു വിശ്വാസി വായിക്കേണ്ടത്. മുഹിബിന്റെ മനസ്സിൽ നിന്ന് വരുന്ന, ആഷിഖിന്റെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു കാര്യമായിരിക്കും. എൻ്റെ നേതാവ് ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ നേതാവ് പറയുമ്പോ അത് ഏറ്റെടുക്കാതെ ഞാൻ പോയാൽ ഹബീബായ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ബന്ധത്തിൽ വിള്ളല് വരുമോ? ഈ ഒരു വല്ലാത്ത ഭയം അവർക്കുണ്ട്.
ശൈഖ് റിഫായി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, നാളെ പടച്ചോന്റെ മുമ്പിലെത്തുമ്പോ അല്ലാഹു തആല ചോദിക്കും, എന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടി എന്തേ അഹ്മദേ നിന്റെ വീട്ടുപടിക്കലിലെത്തിയിട്ട് ഒരു മരുന്നോ ഒരു വെള്ളമോ ഒരു ഭക്ഷണമോ ആഗ്രഹിച്ച് എന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടി, അതൊരു സൃഷ്ടിയാണല്ലോ കെൽബ് എന്ന് പറയുന്നത്, അതെന്റെ വീട്ടുപടിക്കലെത്തിയിട്ട് എന്റെ കാരുണ്യം ആഗ്രഹിച്ചു വന്നിട്ട് എന്തേ അഹ്മദേ നീ അതിനെ തിരിഞ്ഞു നോക്കാതിരുന്നതെന്ന് എന്റെ റബ്ബനോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എന്റെ ദിവസത്തെ ഞാൻ മാറ്റിവെച്ചത്. കാരണം സയ്യിദുനാ റസൂലുള്ളാഹി ശൈഖ് റിഫായി തങ്ങൾ മറുപടി പറയാൻ, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? പച്ചക്കരൾ പ്രവർത്തിക്കുന്ന ഏതൊക്കെ സൃഷ്ടികളുണ്ടോ എന്ന് പറഞ്ഞാൽ ജീവന്റെ അംശമുള്ള ജീവന്റെ തുടിപ്പുകളുള്ള ഏതൊക്കെ സൃഷ്ടികളുണ്ടോ അതിലൂടെ മുഴുവനും നിനക്ക് സ്വതക്കയുടെ കൂലിയുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 40 ദിവസം രോഗിയായി വന്ന ഒരു നായക്ക് വേണ്ടി കെൽബിന് വേണ്ടി സമയം ചെലവഴിച്ച ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു ആ പ്രവർത്തനത്തിലൂടെ കണ്ടെത്തുന്നത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അക്കാരണം കൊണ്ടാണ് ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നത്. ഇതിങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, അല്ലാഹു എനിക്കും നിങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സു തരട്ടെ. ഈ ജീവിതത്തിനിടക്ക്, നമ്മുടെ ജീവിതത്തിനിടക്ക് ഇങ്ങനൊരു അധ്യായം തുന്നിച്ചേർക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. അത് ആ രൂപത്തിൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ അത് റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലത്തിന് കാരണമാണ് എന്ന് മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരു ഹുബ്ബ് കാത്തു സൂക്ഷിച്ചതിന്റെ ആ ഒരു ലിസ്റ്റിൽ കടന്നുകൂടാൻ നമുക്ക് കഴിയും. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ നമ്മളെ ജീവിതത്തിൽ നിന്ന് പഠിക്കണം. കേട്ടിരിക്കാനും അല്ലെങ്കിൽ കഥകൾ പറയാനൊക്കെ സുഖാണ്. പക്ഷെ ഒരാളുടെ ജീവിതം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അതൊരു പാടുണ്ടാകണം. എനിക്ക് അല്ലാഹു തആല ഇത്രയും കാലത്ത് ആയുസ് തന്നിട്ട് എല്ലാ അനുഗ്രഹവും ചെയ്തു തന്നിട്ട് എന്റെ നേതാവാക്കി സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെ തന്നിട്ട് ആ തങ്ങള് ഞാൻ ഇവിടെ ജനിച്ചിട്ട് മരിക്കുന്നതിനിടക്കുള്ള സർവ്വ മേഖലകളെ പറ്റിയും എന്നെ പഠിപ്പിച്ചിട്ട് ആ ജീവിതത്തിൽ നിന്ന് നബി തങ്ങളുടെ അധ്യായങ്ങളിൽ നിന്ന് ഞാൻ എന്താണ് ആ മഹബത്തിന്റെ പേരിൽ ഏറ്റെടുത്തത് എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. മഹാനായ ശൈഖുനാ തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ്, അല്ലാഹുവേ ദറജ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. ആ മഹാനുഭാവൻ അവിടുത്തെ ജീവിതം തന്നെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ജീവിതമായിരുന്നല്ലോ. നമുക്കൊക്കെ അറിയാം. ആ ശൈഖുനാ തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്. അവിടുത്തെ പ്രിയപ്പെട്ട ഒരു മുഹിബ്ബ് വന്നിട്ട് ഉംറക്ക് പോകാൻ സമ്മതം ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, ഉംറ കഴിഞ്ഞിട്ട് നിങ്ങൾ മദീനത്ത് പോകൂലേ? ഈ മഹാന്മാരൊക്കെ ബറക്കത്ത് കൊണ്ട് മദീനയിൽ പുൽകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ മഹത്തായ സദസ്സ് തന്നെ പ്രത്യേകം ഇവിടെ നടക്കാറുള്ളത് മദീനയുടെ തീരത്തേക്ക് വിശ്വാസികൾ അടുപ്പിക്കാനാണ്. അല്ലാഹു ആ രൂപത്തിൽ തന്നെ കബൂലാക്കട്ടെ. മഹാനായ തിരുരങ്ങാടി ബാപ്പു ഉസ്താദ് ചോദിക്കാൻ, നിങ്ങൾ ഉംറ കഴിഞ്ഞിട്ട് മദീനത്ത് പോകൂലേ? മദീനത്ത് പോകും. മദീനത്ത് പോകുമ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എൻ്റെ ഒരു സലാം പറയണേ. ആ സലാം പറയണേ എന്ന് പറഞ്ഞപ്പോ ഈ വന്നയാള് ചോദിക്കാണ്, ഉസ്താദേ ഞാൻ എങ്ങനെയാണ് മദീനത്ത് ചെന്ന് സലാം പറയേണ്ടത്? കാരണം അവിടെ സലാം പറഞ്ഞയക്കുന്നവർ പറയേണ്ട ഒരു മര്യാദ, അല്ലെങ്കിൽ ചെന്നു പറയുന്നവൻ പറയേണ്ട ഒരു മര്യാദയുണ്ട്. ഹബീബായ തങ്ങളെ വിളിച്ചിട്ട്, നബിയേ ഇന്നയാളുടെ മകൻ ഇന്നയാള് സലാം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വാക്കാണല്ലോ പ്രയോഗിക്കേണ്ടത്. ഷെയ്ഖ് മഹാനായ തിരുരങ്ങാടി ബാപ്പു ഉസ്താദിനോട് ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് സലാം പറയേണ്ടത്? ഉസ്താദിന്റെ മറുപടി, നിങ്ങൾ നേരെ ചെന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുമ്പിലെത്തുമ്പോ പറയേണ്ടത്, തിരൂരങ്ങാടിയിലെ ബാപ്പു പറഞ്ഞിട്ടുണ്ട് സലാം എന്ന് പറഞ്ഞാ മതി. എന്നിട്ട് ഉസ്താദ് പറയാണ്,
ബാപ്പൂന റസൂലുള്ള മറക്കൂല, ബാപ്പൂന റസൂലുള്ളാഹി തങ്ങൾ മറക്കൂല, എനിക്ക് ഉറപ്പാണ്. ആ നിലക്ക് പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഇത് ഷെയർ ചെയ്യുന്നത്. എന്തിനാ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ നിലക്ക് ഇഷ്കിന്റെ മനസ്സോടെ കണ്ടവർക്ക് ഈ വിധമൊക്കെ സംസാരിക്കാൻ കഴിയും. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലേത് പ്രവർത്തനവും കോർത്തിണക്കുന്നത് എൻ്റെ മെഹബൂബ്, എൻ്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ ഞാനിത് ചെയ്യുന്നത്. ഫാൻസുകൾ കൂടി വരുന്ന പുതിയ കാലത്താ നമ്മൾ. ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു തീർക്കുകയാണ്. വിശ്വാസികൾ ഒരു സൃഷ്ടിയുടെ ഫാൻസിന്റെ വകുപ്പിൽ പെടുന്നുണ്ടോ അവിടെ തെരഞ്ഞെടുക്കേണ്ടത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. പലരും ബ്ലോഗർമാരായി രംഗത്ത് വരുന്ന കാലഘട്ടത്തിൽ തൊപ്പിയും മാക്സിയും ടവലൊക്കെ അങ്ങനെ ബ്ലോഗർമാരായി കടന്നു വരുമ്പോ പ്രിയപ്പെട്ട മോമിനെ, നമ്മൾ ഏറ്റെടുക്കേണ്ട ചിത്രം എവിടെ നിന്നാണ്? നമ്മളെ ലൈഫ് കോർത്തിണക്കേണ്ടത് എവിടെയാണ്? നമ്മൾ റോൾ മോഡലായി സ്വീകരിക്കേണ്ടതാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ഞാൻ പറഞ്ഞത് ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു ഏത് കാര്യം ചെയ്യുമ്പോഴും അവിടുന്ന് പറയുന്നൊരു മറുപടിയുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്. അതിൽ നിന്ന് ഒന്നാ ഞാൻ വായിച്ചത്, പ്രായമായ ആളുകളുടെ പിന്നാലെ നടക്കുമ്പോ ആളുകൾ കളിയാക്കിയപ്പോ പറയാൻ, അവർക്ക് സേവനം ചെയ്തു കൊടുത്താൽ എനിക്ക് പ്രായമാകുന്ന സമയത്ത് എന്നെ പരിചരിക്കാൻ ആളെ തരുമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 40 ദിവസം രോഗിയായി കിടന്ന കെൽബിനെ പരിചരിച്ചപ്പോ കളിയാക്കിയ നാട്ടുകാരോടുള്ള മറുപടി, പച്ചക്കരള് പ്രവർത്തിക്കുന്ന ജീവിയിലൂടെ എനിക്ക് സ്വതക്കയുടെ കൂലിയുണ്ടെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. നാട്ടിലെ രോഗികളായ ആളുകളെ ഒരു മടിയുമില്ലാതെ ശുശ്രൂഷിക്കുന്നു മഹാനായ ശൈഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ഏത് രോഗികളെ? പനി വന്നിട്ടോ തലവേദന വന്നിട്ടോ വിശ്രമിക്കുന്ന രോഗികളെ മാത്രമല്ല, അറപ്പോടെ വെറുപ്പോടെ ജനങ്ങൾ കാണുന്ന കുഷ്ഠരോഗികളെ പോലും തന്റെ കൈ കൊണ്ട് കുളിപ്പിക്കുന്നു, അവർക്ക് മരുന്ന് കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു, അവർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുന്നു. മഹാന്മാര് പറയുന്നത് കാണാം, കുഷ്ഠരോഗികളായ ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ട് അവർ നടത്തി അവർ ധരിച്ച ഡ്രസ്സ് അഴിപ്പിച്ചിട്ടത് ആ ഡ്രസ്സ് കഴുകി കൊടുക്കുന്നു, അലക്കി കൊടുക്കുന്നു. മാത്രമല്ല അവർക്ക് വേണ്ട ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. ഭക്ഷണം എത്തിച്ചു കൊടുക്കാന്ന് മാത്രമല്ല, അവരോടൊപ്പം ഇരുന്നിട്ട് കഴിക്കുന്നു. വയുജാലിസുഹും അവരോടൊപ്പം ചേർന്നിരുന്നിട്ട് അവരോട് സംസാരിക്കുന്നു, അവരോട് ചങ്ങാത്തം കൂടുന്നു, അവരെ സ്നേഹിച്ച് കൂടെ നിൽക്കുന്നു. എന്നിട്ടോ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു പറയുന്നത്, ശൈഖ് റിഫായി തങ്ങൾ അവിടെ ചെയ്യുന്നത് ഈ രോഗികളായ ആളുകളോട് ദുആഇന് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ് ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു. ഇതിനെ കളിയാക്കി പലരും ഇതിനെങ്ങനെ വേണ്ടാത്ത മനസ്സോടെ കണ്ടപ്പോ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജനങ്ങളൊക്കെ അറപ്പോടെ വെറുപ്പോടെ കാണുന്ന രോഗികൾക്ക് പരിചരണം കൊടുത്താൽ അത് മുത്തുനബിയുടെ വിശാല മനസ്സിൽ കയറിപ്പറ്റാൻ അതൊരു കാരണമാകുമെന്ന വകുപ്പാണ് ശൈഖ് റിഫായി തങ്ങൾ പഠിപ്പിക്കുന്നത്. എത്രത്തോളം പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ദൂരെ നാട്ടിലേതെങ്കിലും രോഗിയുണ്ട് എന്ന് കേട്ടാൽ പോലും അവർ ഓടിയെത്തും. എത്ര ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാർ ഇതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചപ്പോ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാമിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഉദുവതൻ. പ്രഭാതത്തിൽ തന്നെ ചെന്നിട്ട് രോഗിയായി കിടക്കുന്ന ഒരാളെ ഒരു മുസ്ലിമായ മനുഷ്യൻ ചെന്ന് വിസിറ്റ് ചെയ്താൽ, രോഗപരിചരണം നടത്തിയാൽ, ഇല്ലാ സ്വല്ലാ അലൈഹി 70,000 മലക്ക്, ആ മനുഷ്യന് വേണ്ടി 70,000 മലക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കും. ഹത്താ യുംസിയ, പ്രഭാതം മുതൽ പ്രദോഷം വരെ.
രാവിലെ തന്നെ ചെന്നിട്ട് ഒരു രോഗിക്ക് ഗുളിക കൊടുത്താൽ, ഒരു രോഗിയെ പരിചരിച്ചാൽ, ഈ രോഗിയെ തേടിയിട്ട് നമ്മൾ ദൂരെ പോകണ്ട. ഈ രോഗി ഒരു പക്ഷേ എൻ്റെ വീട്ടിൽ തളർന്നു കിടക്കുന്ന ബാപ്പയാകാം, അതല്ലെങ്കിൽ ഉമ്മയാകാം. എൻ്റെ കനിവ് പ്രതീക്ഷിച്ച് നമ്മളെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം പ്രതീക്ഷിച്ച് വീട്ടിൽ കാത്തിരിക്കുന്ന രോഗികളാകാം, ആരുമാകാം. ഇങ്ങനെ ഒരു രോഗിക്ക് ഈ നിലക്കൊരു പരിചരണം കൊടുത്താൽ വൈകുന്നേരം വരെ ആ മനുഷ്യന് വേണ്ടി 70,000 മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്നിട്ട് മുത്തുനബി പറയുന്നു, ഇനി വൈകുന്നേര സമയത്താണ് ഈ പരിചരണം കൊടുക്കുന്നതെങ്കിലോ പ്രദോഷം മുതൽ പിറ്റേന്ന് സുബഹി വരെ ഇപ്രകാരം 70,000 മലക്കുകൾ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസാണ് ഈ പ്രവർത്തനത്തിന് എന്നെ പ്രചോദിപ്പിച്ചത് എന്ന് മഹാനായ ശൈഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പങ്കുവെക്കുകയാണ്. ഇത് പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തോറ്റുപോകുന്ന ഒരു മേഖലയാണ് അവിടെ. പ്രായം ചെന്ന വാപ്പ എഴുന്നേറ്റ് നടക്കാൻ കഴിയൂല. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗമൊക്കെ ഓടിത്തിമർത്തത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്, നമ്മളെ കുടുംബത്തിനു വേണ്ടിയാണ്. വാപ്പ ഇന്ന് കട്ടിലിൽ അഭയം പ്രാപിക്കുന്ന കാലം, ഉമ്മ അവിടുത്തെ നല്ല കാലം മുഴുവനും ഓടിയത് എനിക്ക് എന്നെ പോറ്റാനാണ്, എന്നെ നല്ല രൂപത്തിൽ വളർത്താനാണ്. ഇന്ന് ഉമ്മന്റെ ജീവിതം ആരോഗ്യമൊക്കെ ക്ഷയിച്ചു, ഉമ്മ വിശ്രമത്തിലാണ്. ആ ഉമ്മക്ക് അഭയം കൊടുക്കേണ്ട മകൻ, രോഗിയായ ഉമ്മക്ക് പരിചരണം കൊടുക്കേണ്ട മകളും മകനും അവരെ വെറുപ്പോടെ കണ്ടാൽ ഈ ഹദീസിന്റെ ഒരു മറുവായന നടത്തുന്നത് നല്ലതാണ്. അവർക്ക് പരിചരണം കൊടുക്കുന്നവർക്ക് 70,000 മലക്കിന്റെ സപ്പോർട്ട് ഉണ്ടാകുമെങ്കിൽ അതേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇത്തരം ആർദ്രത പ്രതീക്ഷിക്കുന്ന രോഗികളെ ഇൻസൾട്ട് ചെയ്താൽ, അവരെ നവർമൈൻഡാക്കി തള്ളിക്കളഞ്ഞാൽ ആ മനുഷ്യനെ അല്ലാഹുവും അവന്റെ ഹബീബും മലക്കുകളടക്കം സർവരും ശപിച്ചിട്ടുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി, കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് പറയാം. മാത്രമല്ല, കൂട്ടത്തിൽ നമ്മൾ നേരത്തെ വായിച്ചു, കുഷ്ഠരോഗികളായ ആളുകൾക്ക് ചെന്നിട്ട് ഭക്ഷണം കൊടുത്ത് അവരെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം അവരോടൊപ്പം കഴിച്ച് സംസാരിച്ച് പിരിയുമ്പോ എനിക്ക് വേണ്ടി ദുആർക്കണട്ടോ എന്നും കൂടെ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാണ്. പലപ്പോഴും നമ്മൾക്കില്ലാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മഹാനെ പഠിക്കുമ്പോൾ ഒരുപാട് ഏടുകൾ നമ്മളിലേക്കും കിട്ടണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ രോഗികളെ കാണും, ആ രോഗികളെ അടുക്കൽ ഇരുന്നിട്ട് വർത്താനൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നിട്ട് അള്ളാഹ് ശരിയാക്കട്ടോ, പെട്ടെന്ന് ഷിഫയാക്കി കൊടുക്കട്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അങ്ങോട്ട് ദുആ ചെയ്ത് കൊടുത്തു പോരുക എന്നല്ലാതെ, അത് ചെയ്യണം, അദ്ദേഹത്തിന് അങ്ങോട്ട് ദുആ ചെയ്തു കൊടുക്കണം. അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ചിട്ട് അസ്അലുല്ലാഹ റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക് എന്ന് ദുആ ചെയ്തു കൊടുക്കണമെന്ന് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, രോഗിയായ ആളോട് നമുക്ക് ഇങ്ങോട്ടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യണോ. അതുവരെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നു സയ്യിദ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. എനിക്ക് വേണ്ടി ദുആർക്കണട്ടോ എന്ന് രോഗികളോട് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദാ ദഖൽത അലാ മരീദ്, നീ ഒരു രോഗിയെ കാണാൻ വേണ്ടി കയറി ചെല്ലുകയാണെങ്കിൽ ഫമുർഹു അയ്യദഉ ലക്, നിനക്ക് വേണ്ടി ദുആർക്കാൻ നീ അദ്ദേഹത്തോട് പറയണേ. ആ രോഗിയോട് നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയണം. കാരണം ഫഇന്ന ദുആഅഹു കദുആഇൽ മലായിക, ആ മനുഷ്യന്റെ ദുആ മലക്കിന്റെ ദുആ പോലെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കിന്റെ ദുആഇന്റെ പ്രത്യേകത, ആ ദുആഇനെ അല്ലാഹു തആല തട്ടൂല. ഇതുപോലെ സ്വീകരിക്കുമെന്ന് ഗ്യാരണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുആയാണ് രോഗിയുടെ ദുആ. അതുപോലും ചര്യയാക്കി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് എന്ന് സയ്യിദ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു.
അങ്ങനെ അങ്ങോട്ട് വായിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എവിടെയൊക്കെ നബിതങ്ങൾ പറഞ്ഞതുണ്ടോ അതിങ്ങോട്ട് ഏറ്റെടുക്കുക. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, ഏത് വിഷയത്തിലും ഒരു ആശിഖിന്റെ മനസ്സ് പോക ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തണ്ടോ എന്നുള്ളതാണ്. അത് നേടിയെടുക്കാൻ അത് ജീവിതചര്യയാക്കി മാറ്റുകയാണ് സയ്യിദ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, അതിന്റെ പ്രധാന ഒരു ഏരിയേണ്ടത് നമുക്ക് അവസാനം പറയാം. മറ്റൊന്നും കൂടെ വായിക്കട്ടെ. മഹാനവറുകൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, 7ാമത്തെ വയസ്സിൽ അനുഭവിച്ചതാണ് അനാഥത്വത്തിന്റെ കയ്പ് നീര്. എന്നാൽ ഒരാള് യതീമായാൽ ആ യതീമായ ആളുടെ വേദന എത്രയുണ്ട് എന്ന് നോക്കി നിൽക്കുന്നവർക്ക് അറിയൂല, അത് അനുഭവിക്കുന്നവർക്കേ അറിയൂ. നമ്മൾ ഈ സദസ്സിൽ തന്നെ, ഈ സദസ്സിന് ശ്രവിക്കുന്നവരിൽ തന്നെ അനാഥത്വത്തിന്റെ കയ്പ് നീര് കുടിച്ചവരുണ്ടാകും. അല്ലാഹു അതിനൊക്കെ വലിയ പ്രതിഫലം കൊടുക്കട്ടെ. എല്ലാ നിലക്കും അഭയം കൊടുക്കേണ്ട ഉപ്പ ഉമ്മ അവരങ്ങ് വേർപിരിയാന്ന് പറഞ്ഞാൽ അത് തീർത്താൽ തീരാത്ത സങ്കടാണ്. ഈ സദസ്സിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഹ്സിൻ സാർ, അദ്ദേഹത്തിന്റെ ഉപ്പ നേരത്തെ വിട പറഞ്ഞു പോയതാണ്. ആ ഉപ്പക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഉമ്മയും ലോകത്തോട് വിട പറഞ്ഞു പോയി. ആ ഉമ്മന്റെ ഖബർ അല്ലാഹു സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. നമ്മളങ്ങനെ വായിക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനെ, ഇത്രയും നല്ലൊരു അവസരം നമുക്ക് ഉണ്ടാക്കി തരുമ്പോൾ, പ്രത്യേകിച്ച് ഹബീബ് റസൂലുള്ളാഹി തങ്ങളിൽ അലയാനുള്ള അവിടത്തിലെ മഹബത്തിന്റെ മജ്ലിസിൽ അലിയാനൊരു ചാൻസ് വന്നിരായ നമ്മുടെ സാറ പ്രവർത്തനത്തിലൂടെ കിട്ടുമ്പോ അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അവിടുത്തെ ഉപ്പക്ക് ഉമ്മക്ക് വേണ്ടി ഒന്ന് ദ്വാരന്നു കൊടുക്കണം. ആ ഉപ്പന്റെയും ഉമ്മന്റെയും ഖബർ എത്ര സന്തോഷമായിരിക്കും. അള്ളാഹു സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഉമ്മയുമില്ല ഉപ്പയുമില്ലാത്ത മോനാണ് ഇപ്പോ. അള്ളാഹുവേ, നീ അദ്ദേഹത്തിനും കുടുംബത്തിനും ഖൈറ് കൊടുക്കണേ റഹ്മാനെ. ഉമ്മയുമില്ല ഉപ്പയുമില്ല എന്ന് പറഞ്ഞാൽ അതൊരു ജീവിതത്തിൽ മനുഷ്യ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനയാണ്. ഒരിക്കല് ഞാൻ സേവനം ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം 55 വയസ്സുള്ള ഒരു മനുഷ്യന്റെ ഉമ്മ മരിച്ചു. അദ്ദേഹത്തിന്റെ വാപ്പ നേരത്തെ മരണപ്പെട്ടതാണ്. അദ്ദേഹത്തിന് അന്ന് 55 വയസ്സുണ്ട്. ഉമ്മ മരിച്ചപ്പോൾ 7ാമത്തെ ദിവസം ആ ഉമ്മ മരിച്ചതിന്റെ 7ാമത്തെ ദിവസം ആ വീട്ടിൽ ചെന്ന് ദ്വാരന്ന് പോരുന്ന സമയത്ത് ചെറിയ കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ എൻ്റെ കൈ പിടിച്ചിട്ട് ആ മനുഷ്യൻ കരഞ്ഞിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്. ഞാൻ സാറടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വാക്കാണ്. ഞങ്ങൾ നേരത്തെ തമ്മിൽ സൗഹൃദ ബന്ധത്തിലുള്ളതാണ്. അള്ളാഹു ഈ ബന്ധം സ്വർഗത്തിലെത്തിച്ചു തരട്ടെ. അദ്ദേഹം പറഞ്ഞു ഒരു വാക്കുണ്ട് എന്നോട്, ഉസ്താദേ ദ്വാരക്കണട്ടോ, ഞാൻ ഇന്ന് ഉമ്മയുമില്ല ഉപ്പയുമില്ലാത്ത കുട്ടിയാണ്. ആ ഒരു വാക്ക് പറഞ്ഞപ്പോ അത് വല്ലാത്ത ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർത്തുപോകും. ഞാൻ പറഞ്ഞത് അനാഥത്വത്തിന്റെ കയ്പ് നീരെന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ വേദനയല്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, അലം യജിദ്ക യതീമൻ ഫആവാ. ഈ വാക്ക് പറഞ്ഞ അതേ റബ്ബ് തൊട്ടപ്പുറത്ത് 2-3 ആയത്ത് അപ്പുറത്ത് പറഞ്ഞു, ഫഅമ്മൽ യതീമ ഫലാ തത്ഹർ. നബിയേ, അനാഥത്വത്തിന്റെ പ്രയാസങ്ങൾ എത്രയുണ്ടാകുന്ന അനുഭവിച്ചവരാണങ്ങ്. അതുകൊണ്ട് അങ്ങയുടെ തിരുമുറ്റത്തൊരു അനാഥ കുട്ടി വന്നാൽ ആ കുട്ടി ഒരിക്കലും ഭീഷണിപ്പെടുത്തരുത് തങ്ങളെ. ഈ ഖുർആനിക അധ്യാപനം ഇത് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപ്പടി അനുധാവനം ചെയ്യുന്നു. 7ാമത്തെ വയസ്സിൽ ഉപ്പ നഷ്ടപ്പെട്ടു പോയി യതീമായി വളർന്ന മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അനാഥ മക്കൾക്ക് സംരക്ഷണം കൊടുക്കുന്നു. പാവങ്ങളായ അനാഥ കുട്ടികളെ വളർത്താൻ വേണ്ടി അവിടുന്ന് ശ്രമം നടത്തുന്നു. പണ്ഡിതന്മാര് പറയുന്നത് കാണാം, യതീമുകളോട് വല്ലാത്ത റഅഫത്താണ്, യതീമുകളോട് വല്ലാത്ത വാത്സല്യമാണ്. പലരും അവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ച സമയത്ത് മഹാനായ ശൈഖ് റിഫായി തങ്ങളെ മറുപടി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ അനാഥ കുഞ്ഞിന്റെ തലയിലൊന്ന് തലോടിയാൽ ആ കുട്ടിയുടെ തലമുടിയിൽ നിന്ന് എത്ര മുടികളാണോ ഈ തലോടുന്ന മനുഷ്യന്റെ കൈവെള്ളയിൽ പതിയുന്നത്, ആ ഓരോ മുടിയുടെയും കണക്കനുസരിച്ച് ഈ മനുഷ്യന്റെ പാപം പൊറുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു അധ്യാപനമാണ് ഈ പ്രവർത്തനം ചെയ്യാൻ എനിക്ക് കാരണമെന്ന് ലോകത്തെ പഠിപ്പിച്ചു തരികയാണ് ശൈഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട മുഅ്മിനെ,
നമ്മൾ ആ ജീവിതം ഇങ്ങനെ വായിച്ച മുഴുവനും ഇഷ്കിന്റെ തരംഗങ്ങളാണ്. ഈ നിലക്ക് ഇങ്ങനെ വായിച്ചു പോയാൽ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റി അവിടുത്തെ പൊരുത്തം എവിടെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ അതൊക്കെ ചാടിപ്പിടിക്കുക, അത് ഏറ്റുപിടിക്കുക. ഇതാണ് ഒരു ആഷിഖിന്റെ ലോകം. ഇത് വായിക്കാൻ നമുക്ക് സയ്യിദ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ എത്ര വലിയ ദറജയിലേക്ക് എത്തിയ ആളാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മൾ പറഞ്ഞു സുൽത്താനുൽ ആരിഫീനാണ്, സുൽത്താനുൽ ആഷിഖീനാണ്. ഒരുപാട് ആയിരങ്ങൾക്ക് ഷഹാദത്തിന്റെ വഴി കാണിച്ചു കൊടുത്ത മഹാനാണ്. ഇത്രയും ദറജയിലെത്തിയ ഒരു മനുഷ്യൻ നമ്മളറിയണം. നമ്മളൊക്കെ എന്തെങ്കിലും ചെറിയൊരു മേഖല കൈയടക്കുമ്പോഴേക്ക് പിന്നെ കണ്ണും കാതും ഇല്ലാത്ത ജീവിതം പലപ്പോഴും ഉണ്ടാവുക. ഇത്രയും വലിയ സ്റ്റേജിലെത്തിയ ഒരു മനുഷ്യന്റെ ജീവിതം എന്താണെന്നറിയോ? ഏതാളുകൾക്കോട് പോലും വിനയം കാണിക്കുന്നു മഹാനായ സയ്യിദ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ഏതാളുകളോടും വിനയാണ്. ആ വിനയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. നിങ്ങൾ നോക്കൂ, ചെറിയ ഒരു കുട്ടി, ആ കുട്ടിയെ പോലും പരിഗണിക്കുന്നു സയ്യിദ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. എവിടുന്നാ കിട്ടിയത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചെറിയ മക്കളെ പോലും വെറുപ്പിക്കരുത്, ചെറിയ മക്കളെ പോലും വേദനിപ്പിക്കരുത്, അവരെ ചേർത്ത് പിടിക്കണോ. സയ്യിദ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരു വഴിയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കുറെ കുട്ടികളുണ്ട് ഇരുന്നിങ്ങനെ കളിക്കുന്നു. ആ ഇരുന്ന് കളിക്കുന്ന കുട്ടികളിൽ നിന്ന് ഒരു കുട്ടിയോട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നു, മോനെ ഇബ്നു മൻ അന്ത, നീ ആരുടെ മോനാണ്? നിന്റെ ബാപ്പന്റെ പേരെന്താണ്? നീ ആരുടെ മോനാണ് എന്ന് ചോദിച്ച സമയത്ത് ആ കുട്ടി ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചൊരു പ്രതികരണം, അല്ല, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വേണ്ടാത്ത രൂപത്തിലുള്ള ഒരു സമീപനം ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ ആവർത്തിച്ച് പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ഫസ്വാറ യുറദ്ദിദുഹാ. ആ കുട്ടി ഇങ്ങനെ ആവർത്തിച്ച് ആ വാക്ക് പറയാൻ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചിട്ട് റിഫായി ശൈഖ് തങ്ങളെ മേൽ ഇങ്ങോട്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ ഒരു കുട്ടി നമ്മളോട് സമീപിച്ചാൽ എന്തായിരിക്കും നമ്മുടെ നടപടി? നമ്മളൊരു വാക്ക് അങ്ങോട്ട് പറഞ്ഞിട്ട് ആ കുട്ടി ഇങ്ങനെ ഒരു വാക്ക് തിരിച്ചു പറഞ്ഞാൽ, ഒന്നുമില്ലെങ്കിൽ പുതിയ കാലത്താ നമ്മൾ ജീവിക്കുന്ന നമ്മള് കുട്ടികളെ അല്പം കൈകൊണ്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഏതെങ്കിലും കേസിലേക്ക് വഴിമാറുമെങ്കിലും നാക്കുകൊണ്ട് 4 വട്ടം ശകാരിച്ചിട്ടേ നമ്മൾ പോരും. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു ഈ കുഞ്ഞിനെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, മോനെ അദ്ദബ്തനീ യാ വലദീ, എന്നെ അദബ് പഠിപ്പിച്ച കുട്ടിയാണല്ലോ മോനെ നീ, ജസാക്കല്ലാഹു ഖൈറാ, അല്ലാഹ് നിനക്ക് ഖൈറ് തരട്ടെ. ഒരാളോട് ആവശ്യമില്ലാത്തത് ചോദിക്കാൻ പാടില്ല എന്ന് എന്നെ പഠിപ്പിച്ച ആളാണ് നീ. അതാണ് എന്നെ അദബ് പഠിപ്പിച്ചു എന്ന് പറഞ്ഞ. നിനക്കിഷ്ടമല്ലാത്ത കാര്യമല്ലേ ഞാൻ ചോദിച്ചത്, അത് ചോദിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനത്തെ ഒരു കാര്യം എന്നെ പഠിപ്പിച്ചത് നീയാണ് എന്ന് ഈ ചെറിയ കുഞ്ഞിന്റെ മുമ്പിൽ പോലും വിനയാന്വിതനായി കാണിച്ചു തരികയാണ് സയ്യിദ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. എവിടെന്നാ കിട്ടിയത്? ആ മഹാനുഭാവൻ തന്നെ പറയുന്നുണ്ട്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വിനയം മനുഷ്യനെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചു തരും. വിനയാന്വിതനാകുന്നതിനനുസരിച്ച് അല്ലാഹു ഒരു മനുഷ്യനെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചു തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതാണ് ഞാൻ ഈ പ്രവർത്തനം ചെയ്യാനുള്ള കാരണോ. ആരുടെ മുമ്പിലും വിനയാന്വിതനായി ജീവിക്കുകയാണ് മഹാനായ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു. ഇതൊക്കെ ആഷിഖിന്റെ ലോകത്തിൽ നിന്ന് വായിക്കേണ്ട ഒരു ചിത്രീകരണം. എല്ലാത്തിലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റോൾ മോഡലായി വരികയാണ്. നബിതങ്ങളെ പിൻപറ്റുക, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം തേടി ആ പൊരുത്തം കിട്ടണം എന്ന ആഗ്രഹത്തിന് വേണ്ടി ജീവിക്കാം. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ബറകത്ത് കൊണ്ട് നമുക്കും അല്ലാഹു അതിന് തൗഫീഖ് തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ പൊരുത്തവും തിരുനോട്ടവും അല്ലാഹു നമുക്ക് നിറച്ചു തരട്ടെ.
ഇനി ഒരൊറ്റ ഏടും കൂടെ ആ ജീവിതത്തിൽ നിന്ന് വായിച്ച് ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ മാദിഹീങ്ങളുടെ നേതൃത്വത്തിൽ മദ്ഹ് ചൊല്ലി ഇഷ്കിന്റെ വരികൾ ചൊല്ലി ശൈഖ് റിഫാഴി തങ്ങളെ പ്രകീർത്തിക്കുന്ന വരികൾ ചൊല്ലി ദുആ ചെയ്ത് പിരിയാണ്. ഈ പറയപ്പെട്ട മഹാനുഭാവന്റെ ഇഷ്കിന്റെ ലോകത്തെ മറ്റൊരു തരംഗം. ഇതുവരെ നമ്മൾ വായിച്ചത് ജീവിതത്തിൽ മുഴുവനും റോൾ മോഡലാക്കി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടതാണ്. ഇത് പറയുമ്പോ ഞാൻ എൻ്റെ സ്വന്തത്തോടും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ജീവിതത്തിൽ നമുക്കും ഏറ്റെടുക്കാൻ കഴിയണം. അവിടുത്തെ സ്നേഹത്തിന്റെ പേരിൽ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഏർപ്പാടുകൾ ജീവിതത്തിൽ അത് ഏറ്റെടുത്ത് സ്ഥിരമായി കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അതൊരു ചില്ലറ പവറാകൂല, അതൊരു ചെറിയ ഭാഗ്യാകൂല. ഒന്നുമില്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിലെത്തുന്ന സമയത്ത് നമ്മളെ ഒന്ന് മാടി വിളിക്കും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളും സഹായിക്കാനില്ലാത്ത സമയത്ത് ഒന്നാശ്വാസത്തിന്റെ വാക്കു പറഞ്ഞ് കൂടെ നിർത്താൻ ആ നേതാവുണ്ടെങ്കിൽ സിറാത്ത് പാലം അങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് തന്നെ വന്ന് വീണ്ടും അപ്പുറത്തേക്ക് യാത്ര ചെയ്യാൻ അനുമതിയുള്ള ഒരേ ഒരു സൃഷ്ടി സയ്യിദുൽ വജൂദ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, നമുക്ക് അല്ലാഹു തആല ചെയ്തതെന്ന നിഅമത്ത് ഈ ഉമ്മത്തിൽ, മുത്തുനബിയുടെ ഉമ്മത്തിൽ ഒരാളായി മാറാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ചില്ലറ ഭാഗ്യമല്ല, അതൊരു ചില്ലറ പവറല്ല. പക്ഷേ ആ നിഅമത്തിന്റെ വലിപ്പം മറിഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്കിന്റെ പേരിൽ എന്തെങ്കിലും ഒരു വിഷയം ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സ് അതിന് നമുക്ക് അല്ലാഹു കാരണാക്കി തരട്ടെ. അത് സാധു സംരക്ഷണമാകാം, അതല്ലെങ്കിൽ അശരണർക്ക് വേണ്ട സഹായം എത്തിക്കലാകാം, രോഗികൾക്ക് മരുന്നെത്തിക്കലാകാം, അതുപോലെ തുടങ്ങി ഏത് വിഷയമാകാം. അതൊക്കെ ചെയ്യേണ്ടത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടയാളപ്പെടുത്തി തന്നതാണ്. ശൈഖ് റിഫായി തങ്ങൾ പറഞ്ഞത് മുഴുവനും അങ്ങനെയാണ്. ഇനി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോകുന്നത് മഹാനായ ശൈഖ് റിഫാഴി റളിയല്ലാഹു അൻഹു. ഞാൻ അതിൻ്റെ ഇടയിൽ വെച്ചൊന്ന് പറഞ്ഞിരുന്നു, ശിഷ്യന്മാരോടുള്ള ചോദ്യം, ശിഷ്യന്മാരുടെ ചോദ്യം, എങ്ങനെയാണ് ഉസ്താദേ നിങ്ങൾ ഇത്രയും വലിയ ദറജയിലേക്ക് എത്തിയത്? 3 കാര്യങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ എണ്ണി പറയാൻ. ഈ 3 കാര്യങ്ങൾ ഉണ്ടായാൽ ഒരു മനുഷ്യന് വിജയിക്കാമെന്ന് സയ്യിദ് അഹ്മദുൽ കബീർ റിഫാഴി റളിയല്ലാഹു അൻഹു ഒന്നാമതായി അവിടെ നിന്ന് പറഞ്ഞത്, അല്ലാഹു ജല്ല ജലാലു റബ്ബിനെ വലിയവനായി കാണണം. അല്ലാഹുവാണ് വലിയവൻ എന്ന് പറഞ്ഞാൽ ആ റബ്ബിന്റെ മുമ്പിൽ എപ്പോഴും വിനയത്തോടെ, ആ റബ്ബാണ് എൻ്റെ സ്രഷ്ടാവ്, ആ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കേണ്ടത്, ആ റബ്ബാണ് എന്നെ പോറ്റുന്നത്, ആ റബ്ബാണ് എന്നെ പടച്ചത്. ഈ ലെവലിൽ അല്ലാഹുവിനെ എപ്പോഴും കാണണം. അല്ലാഹുവാണ് വലിയവൻ എന്ന ആ ഒരു മനസ്സോടുകൂടെ വേണം ഒരു മനുഷ്യൻ ജീവിക്കാൻ. ഒന്നാമതായി പറയുന്നു സയ്യിദ് അഹ്മദുൽ കബീർ റിഫാഴി റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാൻ പറയുന്ന ഉപദേശത്തിൽ കാണാൻ പറ്റും, ഒരു മനുഷ്യൻ ഉന്നതങ്ങളിലേക്ക് എത്തണോ, ആ മനുഷ്യൻ ഒരിക്കലും എത്തൂല. ഞാൻ എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ മനസ്സ് എപ്പോഴും മനുഷ്യനുണ്ടോ അവൻ ഇടിഞ്ഞ് പൊടിഞ്ഞ് വീഴുമെന്ന് മഹാനായ അഹ്മദുൽ കബീർ റിഫാഴി റളിയല്ലാഹു അൻഹു. നേരെ മറിച്ച് റബ്ബിനെ ഉന്നതനായി കാണണം. ആ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ആരുമല്ല എന്ന മനസ്സോടെ ജീവിച്ചാൽ ആ മനുഷ്യൻ രക്ഷപ്പെടുമെന്നാണ് ഒന്നാമതായി റിഫാഴി ശൈഖ് തങ്ങൾ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തേത് അവിടെ നിന്ന് പറയുന്നു, റബ്ബിന്റെ സൃഷ്ടികളോട് നല്ല മൃദുലമായി പെരുമാറണം, മാർദ്രവമായി നീ പെരുമാറണം. റബ്ബിന്റെ സൃഷ്ടികളോട് മുഴുവനും വാത്സല്യം കാണിക്കണം. അത് നമ്മൾ കുറെ വായിച്ചു. അവിടെ നിന്ന് മനുഷ്യരോട് കാണിച്ചത്, മനുഷ്യേതര സൃഷ്ടികളോട് കാണിച്ചത് വായിച്ചു. ഇത് ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ഉന്നതമായ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ കാരണമാണ്. മൂന്നാമത്തത്, ഈ രണ്ടും നമ്മൾ ഇതുവരെ വിശദീകരിച്ചു. മൂന്നാമത്തത് ശൈഖ് റിഫാഴി തങ്ങൾ പറയുന്നു, ഹബീബ്
ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക, അവിടുത്തെ സ്നേഹിക്കുക. അതിന്റെ മേഖലകളിലും ചിലത് ഇങ്ങനെ ശൈഖ് റിഫായി തങ്ങൾ റോൾ മോഡലാക്കി കാണിച്ചു തന്നത് ഈ സദസ്സിൽ നിന്ന് ഇതുവരെ നമ്മൾ പറഞ്ഞു. എന്നാൽ രണ്ട് കാര്യങ്ങൾ കൂടെ അവിടെ നിന്ന് പറഞ്ഞു നിർത്തുകയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റോൾ മോഡലാക്കി സ്വീകരിച്ച് ജീവിതത്തിന്റെ അധ്യാപനങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. എന്നാൽ അതേ ശൈഖ് റിഫായി തങ്ങൾ പറയുന്നു, അങ്ങനെ ജീവിക്കുന്ന ഒരു മുഹിബിന്റെ മനസ്സിൽ, അങ്ങനെ ജീവിക്കുന്ന ഒരു ആശിഖിന്റെ മനസ്സിൽ ശൈഖ് റിഫായി തങ്ങൾ തന്നെ പറയുകയാണ്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർക്കുന്ന, തങ്ങളെ ഇകഴ്ത്തുന്ന, തങ്ങളെ വില കുറച്ച് കാണുന്നവരോട് എപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഒരു അലർജി വേണം എന്ന് പറഞ്ഞാൽ, റിഫായി ശൈഖ് തങ്ങളെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ, നബി തങ്ങളെ വേദനിപ്പിക്കുന്ന കക്ഷികളാണ് ബിദ്അത്തിന്റെ കക്ഷികൾ. അല്ലാഹു നമ്മളെ അത്തരം ദുരന്തങ്ങളെ തൊട്ട് കാക്കട്ടെ. ഒരംശം പോലും ബിദ്അത്ത് നമ്മുടെ മനസ്സിൽ കടന്നുകൂടാൻ പാടില്ല. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവിടുത്തെ ഉപദേശത്തിൽ കാണാം, നീ ഹബീബായ തങ്ങളെ പിൻപറ്റുന്ന മുത്തബി ആകണം, മുത്തുനബിയെ ഇത്തിബായ് ചെയ്യുന്നവനാകണം. ഏത് കാര്യങ്ങളിലും റസൂലുള്ളാഹിനെ മോഡലാക്കി സ്വീകരിച്ച് മുത്തബിഉ സുന്നയായി നീ മാറണം. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, നീ ബിദ്അത്തിലേക്ക് കൂപ്പുകുത്തരുത്. കാരണം അത് ഹബീബിനെ വേദനിപ്പിക്കുന്നതാണ്. ആശിഖിന് സഹിക്കൂല, മുഹിബിന് സഹിക്കൂല. നബി തങ്ങളെ ഇഷ്ക് കിട്ടാൻ വേണ്ടി ജീവിക്കുന്ന മുഹിബ് അവിടത്തേക്ക് വേദനിക്കുന്ന എന്തെങ്കിലും വരിക എന്ന് പറഞ്ഞാൽ, അവിടത്തെ വെറുപ്പിക്കുന്ന, അവിടത്തെ വേദനിപ്പിക്കുന്ന ഒരു വിഷയവും ഒരു മുഹിബിനും സഹിക്കൂല. അല്ലാഹു അങ്ങനെ ഇഷ്കുള്ളവരിൽ നമ്മളെ ചേർത്തു തരട്ടെ. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ക് വെക്കുന്നവർക്ക് നബി തങ്ങളെ വെറുക്കുന്ന, നബി തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക്, ഒരു പ്രവൃത്തി ഇതിലേക്ക് ചിന്തിക്കാൻ പോലും കഴിയൂല. ഇതാ ശൈഖ് റിഫായി തങ്ങൾ പറഞ്ഞത്, നിന്റെ വിഷയത്തിൽ മുഴുവനും നീ മുത്തബി ആകണം. വലാ തബ്തദി, നീ ബിദ്അത്തുകാരനായി പോകണ്ട. എന്നിട്ട് അവിടെ നിന്ന് പറയാൻ, ഫഇനിത്തബഅത, അഥവാ നീ മുത്തബിആയി റസൂലുള്ളാഹിനെ പിൻപറ്റുന്നവനാണെങ്കിൽ, ബലഗ്തൻ നജാ, വിജയത്തിന്റെ വഴി നീ തേടിപ്പിടിക്കുന്നവനാകും. അതോടൊപ്പം വസ്ഫിർത മിൻ അഹ്ലിസ്സലാമ, നീ രക്ഷപ്പെടുന്നവനാകും. അല്ല വഇനിബ്തദഅത, നീ ബിദ്അത്തിലേക്ക് കൂപ്പുകുത്തുകയാണെങ്കിൽ, ഹബീബായ തങ്ങൾ സാധാരണക്കാരനാണ്, ഹബീബായ തങ്ങളെ ആസാറുകൾ വിലയില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ സദസ്സുകളെയൊക്കെ വില കുറച്ച് കാണാൻ പോയാൽ, ബിദ്അത്തുകാരനാകാൻ പോയാൽ, ശൈഖ് റിഫായി തങ്ങൾ പറയുന്നു, ഹലക്ത, നീ നശിച്ചൊടുങ്ങുന്നതാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബിദ്അത്തിലേക്ക് കൂപ്പുകുത്താൻ പാടില്ല. ഇത് മഹാനായ ശൈഖ് റിഫായി തങ്ങള് ഇത്തിബാഇന്റെ മനസ്സിൽ ജീവിച്ചു കാണിച്ച്, ഏതിലും റസൂലുള്ളാഹിനെ റോൾ മോഡലാക്കി കാണിച്ചു തന്ന മഹാൻ എന്നോടും നിങ്ങളോടും വാക്ക് ഒരു വസിയ്യത്തായിട്ട് പറയാൻ, മോനെ നീ ബിദ്അത്തിലേക്ക് കൂപ്പുകുത്തരുത് കേട്ടോ. കാരണം അത് റസൂലുള്ളാഹിനെ വേദനിപ്പിക്കുന്ന വഴിയാണ്. അല്ലാഹു നമ്മളെയും ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന നമ്മളെ സന്താന പരമ്പരകളെയും കാത്തുരക്ഷിക്കട്ടെ. ഇതൊരു വല്ലാത്ത മേഖലയാണ്, ഒരു ആശിഖിന്റെ ഒരു മേഖലയാണ് നമ്മൾ ഈ പറഞ്ഞത്. എന്നാൽ ഇഷ്കുള്ള മഹാനായ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ആശിഖായ, സുൽത്താനുൽ ആശിഖായ ആ മഹാന്റെ മറ്റൊരു വഴിയുണ്ട്. ഇഷ്കിന്റെ മഹബത്തിന്റെ മറ്റൊരു വഴി. ആ വഴിയാണ് സർവ്വ മുഹിബ്ബീങ്ങളെ ജീവിതത്തിൽ കാണും. ആരെയാണോ സ്നേഹിക്കുന്നത്, ആരെയാണോ സ്നേഹിക്കുന്നത്, ആ സ്നേഹിക്കുന്ന വ്യക്തിത്വത്തെ കാണണമെന്ന വല്ലാത്ത കൊതിയാണ്. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ കണ്ണടയും മുമ്പ് ഒരിക്കലെങ്കിലും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണണം. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, മുത്തുനബിയെ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ സന്തോഷമല്ല. ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ സന്തോഷം ബുശ്റാലി ഉമ്മത്തിഹി ബിറുയതി വജ്ഹിഹി,
ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണുക എന്നുള്ളതാണ്. ഈമാനുള്ള മനസ്സോടുകൂടെ, ഈമാനുള്ള കണ്ണുകളോടുകൂടെ ഹബീബിനെ ദർശിച്ചിട്ടുണ്ടോ? മുത്തുനബിയെ കാണാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? അത് സ്വപ്നത്തിലാണെങ്കിലും നേരിട്ടാണെങ്കിലും ആ മനുഷ്യൻ പരാജയപ്പെടൂല. അല്ലാഹു ആ നിലക്ക് വിജയിക്കുന്നവരിൽ നമ്മളെ ചേർത്തു തരട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം. നമുക്ക് വെളിച്ചമുള്ള രണ്ട് കണ്ണുകൾ അല്ലാഹു തആല തന്നില്ലേ? ഈ തന്ന നമുക്കെന്താ? നമ്മുടെ കണ്ണുകൊണ്ട് റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ലെങ്കിൽ അത് എത്ര വലിയ നഷ്ടായിരിക്കും. ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് ഹബീബിനെ ഒന്ന് കാണണം. അതിനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആശിഖീങ്ങളുടെ മുഹബ്ബീങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞതാണ്, ആരെയാണോ സ്നേഹിക്കുക ആ സ്നേഹിക്കുന്ന വ്യക്തിത്വത്തെ കാണണമെന്ന വല്ലാത്ത കൊതിയാണ്. എന്നാൽ നമുക്കൊക്കെ അറിയാലോ, ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് കാലത്ത് ജീവിച്ച റസൂലുള്ളാഹിനെ നേരിട്ട് കാണാൻ അവസരം കിട്ടിയ സ്വഹാബത്തിന്റെ മെമ്പറല്ല, സ്വഹാബികളെ മെമ്പറല്ലല്ലോ ശൈഖ് റിഫാഇ തങ്ങൾ. 512 ജനിക്കുന്നത്. ആ നിലക്കുള്ള ജീവിച്ച മഹാനായ ശൈഖ് റിഫാഇ തങ്ങളെ മനസ്സിൽ അല്ലാത്ത കൊതിയാണ്, നബിയേ അങ്ങയുടെ കാലത്ത് ജീവിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല. എന്റെ പ്രിയപ്പെട്ട ആശിഖീങ്ങളെ, പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, ഇത് പറയുമ്പോ നമ്മളും വായിക്കണം. ഹബീബായ തങ്ങളെ ജീവിതകാലത്ത് അവിടുത്തെ പരിശുദ്ധ മദീനയിലോ വിശുദ്ധ മക്കയിലോ ജീവിക്കാൻ, മുത്തുനബിയോടൊപ്പം നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു അവസരം തന്നിട്ടില്ല. എന്നാൽ അത് കിട്ടാത്ത നമ്മൾ കൊതിക്കേണ്ടത് ഒരിക്കലെങ്കിലും റസൂലുള്ളാഹിനെ ഒന്ന് കാണണം. അതിന് അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. കണ്ടവർ എത്രയെത്ര ആവേശത്തോടെയാണ് അതിനെ കണ്ടതെന്നറിയോ? മഹാനായ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് തങ്ങൾ കണ്ട അത്രയും വേറൊരു സ്വഹാബിയും റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ലല്ലോ. സിദ്ദീഖ് തങ്ങൾ മുത്തുനബിയോടൊപ്പം ചെറുപ്പത്തിലും വലുപ്പത്തിലും ഒക്കെ കൂടിയ മഹാനാണ്. ആ മഹാനുഭാവൻ എത്രത്തോളമാണ് ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ കാണാനുള്ള ആവേശം കാണിച്ചത്, കാണുന്നതിലുള്ള റാഹത്ത് പ്രകടിപ്പിച്ചത്. സിദ്ദീഖ് തങ്ങൾ അവിടുത്തെ ജീവിതത്തിലെ 3 സന്തോഷങ്ങൾ എടുത്തു പറയുന്നതിൽ ആദ്യത്തെ സന്തോഷം തന്നെ പറയുന്നത്, നിത്യ ജീവിതത്തിൽ ഹോബിയാക്കി പഠിപ്പിക്കുന്ന സന്ദേശം, അന്നളറു ഇലാ വജ്ഹി റസൂലില്ലാഹി, റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കലാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമെന്ന് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ലോകത്തെ ഏറ്റവും വലിയ ആശത്തിന്റെ ചിത്രമാണ്. നബി തങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക, ഇതാണ് എന്റെ ഏറ്റവും വലിയ കൊതി. ആ സ്വഹാബത്തില് അങ്ങനെ എല്ലാ സ്വഹാബിമാർക്കും ആ അവസരം കിട്ടിയിട്ടുണ്ട്. അവരത് ആനന്ദിച്ചവരാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിലിരുന്നിട്ട് അവർ ആവേശത്തോടെ അത് ആസ്വദിച്ചവരാണ്. എന്നാ പിൽക്കാലത്ത് വന്നവർക്കോ എല്ലാ മുഹബ്ബീങ്ങളുടെയും മനസ്സിലും റസൂലുള്ളാഹിനെ ഒന്ന് കാണണം, ആ കാണണമെന്ന ആഗ്രഹത്തിന് അവരെ മനസ്സെപ്പോഴും പരിശുദ്ധ മദീനയിൽ ഇങ്ങനെ ഓരം പാർത്ത് നിൽക്കും. റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് അവരുടെ ഖൽബ് ഇങ്ങനെ ലയിപ്പിക്കും. പ്രിയപ്പെട്ട മുഅ്മിനേ, ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നേടിയെടുത്ത സൗഭാഗ്യം ഏറ്റവും വലിയ ഭാഗ്യമെന്ന് മഹാന്മാര് പഠിപ്പിച്ച ഏറ്റവും വലിയ സൗഭാഗ്യം, അത് നമുക്കൊക്കെ അറിയാം. ഞാനത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. പക്ഷേ അവിടുന്ന് മഹാനവകൾ ഏറ്റുപറയുന്ന 2 വരി ബൈത്തിൽ അവിടുന്ന് പറയുന്നൊരു വാക്കെന്താ? നബിയേ, ഹബീബായ തങ്ങളെ അവിടത്തോടുള്ള ഇഷ്ടിന്റെ പേരിൽ എൻ്റെ റൂഹ്, എൻ്റെ ആത്മാവ് ഏത് സമയവും ഈ വിശുദ്ധ മദീനയിൽ അങ്ങയുടെ ചാരത്ത് ആനന്ദം കൊള്ളുകയാണ് നബിയേ. പ്രിയപ്പെട്ട മുഅ്മിനേ, ഒരു ആശിഖിനെ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും വലിയ വാക്കാണ്. ഇഷ്കുള്ളവന്റെ മനസ്സിൽ
തന്റെ മെഹബൂബിനെ കാണണമെന്ന കൊതിയുണ്ടാകും. ഇഷ്കുള്ളവന്റെ മനസ്സിൽ തന്റെ മെഹബൂബിനെ പറ്റി പറയണമെന്ന കൊതിയുണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞതാ, പറയുന്ന സമയത്ത് പോലും അവരത് കീപ്പ് ചെയ്യും. ഹബീബിന്റെ പേര് പറയാൻ പോലും അവരെ മനസ്സ് സമ്മതിക്കൂല. സ്ഥാനപ്പേര് പറയുമ്പോഴേക്ക് അവര് കരഞ്ഞു പോകും. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ പരിശുദ്ധ മദീനയിൽ റസൂലുള്ളാന്റെ വഫാത്തിന് ശേഷം മദീനയിൽ സ്വഹാബികൾക്ക് ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ഹളറത്തിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഇങ്ങനെ പറയുന്ന ഒരു ദിവസം, സമിഅ്തു ഹിബ്ബി റസൂലല്ലാഹ്, എന്റെ പ്രേമഭാജനമായ റസൂലുള്ളാഹിനെ ഞാൻ കേട്ടിട്ടുണ്ട്. മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതങ്ങ് പറഞ്ഞപ്പോഴേക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല അബൂ ഹുറൈറ തങ്ങൾക്ക്. റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോഴേക്ക് ആ സ്നേഹം അണ പൊട്ടി ഒഴുകുകയാണ്. ആശിഖീങ്ങളുടെ ലോകാണ്. 4 തവണ ഈ വാക്ക് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് അബൂ ഹുറൈറ തങ്ങൾ. അന്ന് അവിടുന്ന് ഹദീസ് പറയാൻ ശ്രമിക്കുന്നു, പറയാൻ കഴിയുന്നില്ല. വീണ്ടും ആവർത്തിക്കും, സമിഅ്തു ഹിബ്ബി റസൂലല്ലാഹ്, നബി തങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് പറയുമ്പോഴേക്ക് പിന്നെ പറയാൻ കഴിയൂല. 4 തവണ ആവർത്തിച്ച് പറഞ്ഞിട്ട് ആ സദസ്സിൽ നിന്ന് ഹദീസ് പറയാൻ കഴിയാതെ എഴുന്നേറ്റ് പോകുന്നു സയ്യിദുനാ അബൂ ഹുറൈറ. ആശിഖീങ്ങളുടെ ലോകാണ്. മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ലോകേതാണ്. ജീവിതം മുഴുവനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുധാവനം ചെയ്ത ആ മഹാനായ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഷ്യന്മാരിൽപ്പെട്ട അബുൽ ഹാഫിള് എന്നവർ പറയുന്നത് കാണാം, എന്റെ ബാപ്പ എന്നോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ്. എന്താണ് ആ അനുഭവം? ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു അവിടുത്തെ ആയിരക്കണക്കിന് വരുന്ന ശിഷ്യന്മാരോടൊപ്പം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലെത്തുന്നു. മക്കയിലെത്തിയതിനു ശേഷം ഹജ്ജ് നിർവഹിച്ചു. ആ ഹജ്ജിനു ശേഷം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പരിശുദ്ധ മദീനയിലേക്ക്, ഇഷ്കുള്ളവർക്ക് പറഞ്ഞതാണല്ലോ, മദീന ഇങ്ങനെ കാണാൻ കൊതിക്കും. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് തവണ അതിന് അവസരം തരണേ റഹ്മാനേ. മദീനയിൽ ഇങ്ങനെ ചെന്ന് നിൽക്കുക, റസൂലുള്ളാഹിന്റെ ചാരത്ത് ഇങ്ങനെ നിന്നിട്ട് ആ സ്നേഹം ഇങ്ങനെ അനുഭവിക്കുക, അവിടുത്തെ പരിശുദ്ധമായ ഖുബ്ബത്തുൽ ഖദറായിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇതൊക്കെ ആശിഖീങ്ങളുടെ ലോകാണ്. ഇഷ്കില്ലാത്തവർക്ക്, മഹബ്ബത്തില്ലാത്തവർക്ക് അത് പറഞ്ഞാ തിരിയൂല. അള്ളാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് ഒരുപാട് തവണ ചെല്ലണം നമുക്ക്. റബ്ബേ, ഞങ്ങൾക്ക് നീ അതിന് ഭാഗ്യം നൽകണേ റഹ്മാനേ. ഹജ്ജ് കഴിഞ്ഞ് പരിശുദ്ധ മദീന ലക്ഷ്യമാക്കി മഹാനായ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു മദീനയുടെ ചാരത്തേക്ക് ഇങ്ങനെ എത്തുമ്പോൾ കേവലം ചെന്ന് സലാം പറഞ്ഞ് കൈ ചോദിച്ച് വാങ്ങിയതല്ല ശൈഖ് റിഫാഇ. നമ്മൾ അറിയണം, പണ്ഡിതന്മാര് പറയുന്നു, ആ സംഘത്തിൽ അനുഭവിച്ച ആളുകൾ പറയുകയാണ്, ഫലമ്മാ അശ്റഫ അലൽ മദീന, ഫലമ്മാ അശ്റഫ അലൽ മദീനത്തിൽ മുനവ്വറ, പരിശുദ്ധ മദീന അത് കണ്ണിലിങ്ങനെ ദൃശ്യമാകാൻ തുടങ്ങിയപ്പോ റസൂലുള്ളാഹിന്റെ ഹുജ്റത്തു ശരീഫയല്ല, നബിതങ്ങളുടെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ മുറ്റത്തേക്ക് എത്തിയിട്ടില്ല, മദീനയുടെ ബോർഡറിലേക്ക് എത്തിയപ്പോഴേക്ക് മഹാനായ ശൈഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു തആല അൻഹു ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? തന്റെ വാഹനപ്പുറത്ത് നിന്ന് മഹാനവറുകൾ താഴേക്ക് ഇറങ്ങുന്നു. മഹാനവറുകൾ താഴേക്കിറങ്ങിയിട്ട് വാഹനം അങ്ങ് ഉപേക്ഷിച്ച് കാൽനടയായി നടക്കുകയാണ് ശൈഖ് റിഫാഇ. എവിടെന്നാ? മദീന പള്ളിയുടെ മുറ്റത്ത് വരെ വാഹനത്തിൽ ചെന്നിട്ട് അങ്ങോട്ട് കയറിയതിനെ പറ്റിയല്ല, മദീനയുടെ ബോർഡറിലെത്തിയപ്പോ മദീനയുടെ മണം കിട്ടിയപ്പോഴേക്ക് വരെ വാഹനപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി കാൽനടയായി നടക്കുന്നു. എങ്ങനെയാണ് പോകുന്നത്? കാലിൽ ചെരുപ്പില്ല.
ഇത് ഹബീബിനെ സ്നേഹിക്കുന്നവരുടെ ലോകാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവർക്ക് അവരെ വഴി നോക്കാം. ഇഷ്കുള്ളവർക്ക് പറഞ്ഞതാണ്, ഹബീബ് ജീവിച്ച പരിശുദ്ധ മദീനയുടെ ഗന്ധം കിട്ടിയപ്പോഴേക്ക് തന്റെ വാഹനപ്പുറത്ത് നിന്നിറങ്ങുകയാണ്. ആ വലിയ മഹാനുഭാവന്റെ ഇഷ്കിന് നമ്മൾ എത്ര അതിർവരമ്പ് നിശ്ചയിക്കും? പറഞ്ഞു തീർക്കാൻ നമുക്ക് കഴിയില്ല. അതിനൊരു പരിധി പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ആ മദീനയുടെ ചൂരും മണവും കിട്ടിയപ്പോഴേക്ക് വാഹനപ്പുറത്ത് നിന്നിറങ്ങുന്നു. എന്നിട്ടോ കാലിൽ ധരിച്ച ചെരുപ്പങ്ങ് ഒഴിവാക്കുകയാണ്. എന്തേ കാരണോ? സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ ചവിട്ടി നടന്ന മണ്ണിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഈ ഒരു സ്നേഹമാണ് മാനവர்கள் അടയാളപ്പെടുത്തിയത്. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, ആ റിഫാഴി തങ്ങളെ വാഴ്ത്തി പറയാനിരിക്കുന്ന സദസ്സാണ്. ശൈഖ് റിഫാഴി ഹബീബായ തങ്ങളെ ആസ്വദിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കണം. മുഹിബ്ബീങ്ങൾക്ക് റസൂലുള്ള ചവിട്ടിയ മണ്ണിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാൻ കഴിയൂല. 40 കൊല്ലം മദീന പള്ളിയിൽ ദർസ് നടത്തിയ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു 40 കൊല്ലത്തിനിടക്ക് മദീന മണ്ണിലൂടെ വാഹനപ്പുറത്ത് സഞ്ചരിച്ചിട്ടില്ല. മദീന മണ്ണിലൂടെ ചെരുപ്പ് ധരിച്ച് നടന്നിട്ടില്ല. അത് ഇഷ്കിന്റെ ലോകമാണ്, മഹബ്ബത്തിന്റെ ലോകമാണ്. ഇതടയാളപ്പെടുത്തുന്ന ശൈഖ് റിഫാഴി റളിയല്ലാഹു അൻഹു തന്റെ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങുന്നു. തന്റെ ചെരുപ്പില്ലാത്ത കാലുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നബിതങ്ങൾ ചവിട്ടി നടന്ന മണ്ണിൽ ഞാൻ ചെരുപ്പിട്ട് നടക്കുകയോ? അത് സഹിക്കൂല. ഇതാണ് ആശിഖിന്റെ മനസ്സ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്ന മണ്ണിൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് വിശ്രമിക്കുന്ന, അവിടുത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞ പരിശുദ്ധമായ മണ്ണ്, ആ മണ്ണിൽ എന്റെ വണ്ടിപ്പുറത്ത് ഞാൻ പോകേ, അത് നടക്കൂല. എന്റെ ചെരുപ്പിട്ട് ആ മണ്ണിൽ ചവിട്ടേ, അത് ഞാൻ സമ്മതിക്കൂല. ഇതാ ശൈഖ് റിഫാഴി റളിയല്ലാഹു അൻഹു. അങ്ങനെ കാൽനടയായി ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് 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 അവിടെ ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ ഹറമിന്റെ ചാരത്തെത്തിയപ്പോ, എന്ന് പറഞ്ഞ മസ്ജിദുൻ നബവിയുടെ ചാരത്തെത്തിയപ്പോ, മഹാനായ ശൈഖ് റിഫാഴി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ചെയ്യുന്ന ഒരു പ്രധാന പ്രവർത്തനമുണ്ട്. അവിടെ പരിശുദ്ധമായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിക്കുന്ന ഹുജ്റത്തുൻ നബവി, അവിടുത്തെ വിശുദ്ധമായ ആ റൂമിന്റെ നേരെ എങ്ങനെ നിൽക്കുകയാണ്. അതവോടെ ചെന്നിങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് അതവോടെ പറയുന്നൊരു വാക്കുണ്ട്, ഫഖാല അസ്സലാമു അലൈക യാ ജദ്ദി. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, ഇതിങ്ങനെ വായിക്കുന്ന സമയത്ത് നമ്മൾ അറിയണം, എത്ര രൂപ ചെലവഴിച്ചിട്ടാണ് പലരും മദീനയിൽ പോകാറുള്ളത്. പല തവണ പോകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവിടെ ചെന്നിട്ട് ചെയ്യുന്ന വല്ലാത്തൊരു അദബുകേടുണ്ട്. എത്ര കാശ് ചെലവഴിച്ചിട്ടാ മദീനയുടെ ചാരത്തെത്തുന്നത്. എന്നിട്ട് ആ ഹുജ്റത്തു ഷരീഫയുടെ മുറ്റത്ത് വെച്ച് പലരും ചെയ്യുന്ന വല്ലാത്തൊരു അദബുകേടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജ്റത്തു ഷരീഫയിലേക്ക്, ആ ഖുബ്ബത്തുൽ ഖദ്റാ ഉൾക്കൊള്ളുന്ന ആ കെട്ടിടത്തിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് അവന്റെ ബാക്ക് ഭാഗം അങ്ങോട്ട് വെച്ചിട്ട് ഒരു സെൽഫി അടിക്കുക. ഏറ്റവും വലിയ അക്രമമാണ്, ചെയ്യാൻ പാടില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അവന്റെ ബാക്ക് ഭാഗം ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഒരു സെൽഫി അടിച്ചിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് തന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ വല്ലാത്ത ആനന്ദമാ ചില ആളുകൾക്ക്. അതെടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കുന്ന ആളുകളുണ്ട്. ആ ഫോട്ടോ എടുത്തതായിട്ട് ഞാൻ ഇങ്ങനെ സ്ഥിരീകരിക്കാൻ വേണ്ടി സ്റ്റാറ്റസ് വെക്കുന്ന ആളുകൾ. ഇത്രയും വലിയൊരു അതിക്രമം ചെയ്യരുത് മുഅ്മിനേ. മഹാനായ ശൈഖ് അഹ്മദുൽ കബീർ റിഫാഴി മുഹിബ്ബിന്റെ മനസ്സിൽ നിന്നുള്ള അദബങ്ങനെ വരണം. അവിടെ നിന്ന് വന്നു, കാൽനടയായി വന്നിട്ട് ഈ വിശുദ്ധമായ ഹുജ്റത്തു ഷരീഫയുടെ നേരെ മുത്തുനബിയിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, അസ്സലാമു അലൈക യാ ജദ്ദി. തിരുനബിയോടൊരു സലാം.
പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ആ സലാം ആവർത്തിച്ച് ഏറ്റെടുക്കാൻ കഴിയണം. നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ സലാം ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ പറയുന്നു. ആ റൂമിന്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ അതപോടെ പറയാൻ ഉടനെ ആ റൂമിന്റെ ഉള്ളിൽ നിന്നൊരു മറുപടി. ഇതിനൊക്കെ കൂടെയുള്ള ആയിരങ്ങൾ സാക്ഷിയാണ്. വഅലൈക്കസ്സലാം യാ വലദീ. തന്റെ പ്രിയപ്പെട്ട മകൻ വന്നിട്ടുണ്ട്, തനിക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. ഇത് മുഴുവനും കേട്ട് ആനന്ദിക്കുകയാണ് ഉപ്പാപ്പ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ പ്രിയപ്പെട്ട പേരമകന്റെ സലാം കിട്ടിയപ്പോ ഉള്ളിൽ നിന്ന് സലാം മടക്കുന്നു. വഅലൈക്കസ്സലാം യാ വലദീ. എന്റെ മോനെ, നിനക്കും റബ്ബിന്റെ സലാം ഉണ്ടാകട്ടെ. നോക്കൂ നിങ്ങൾ, ആത്മീയ ബന്ധത്തിലുള്ള കണക്ഷൻ നേരിട്ടുള്ളൊരു ബന്ധമായി അവിടെ രൂപാന്തരപ്പെടുകയാണ് പരിശുദ്ധ മദീനയുടെ മുറ്റത്ത്. സലാമിലൂടെ ഉള്ള ഒരു ബന്ധം, അതൊരു വിശ്വാസി നേടിയെടുക്കേണ്ട ബന്ധാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് 5 നേരം നിർബന്ധ സലാമുണ്ട് നമുക്ക്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂൻ. ആ പറയുന്നത് ഇഷ്കിന്റെ പേരിലൊരു സലാമായി മാറിയാൽ, മഹബ്ബത്തിന്റെ പേരിലുള്ള ഒരു സലാമായി മാറിയാൽ ആ സലാം മതിയാകും നമ്മൾ വിജയിക്കാൻ. മഹാനായ ശൈഖ് റിഫായി തങ്ങള് ഉപ്പാപ്പക്ക് സലാം പറഞ്ഞപ്പോ മുത്തു നബി അവിടെ നിന്ന് സലാം മടക്കുന്നു. കേട്ടോളൂ, സമിഅ കലാമഹു ശരീഫ്. ഹബീബായ തങ്ങള് സലാം പറയുന്ന ആ സംസാരത്തെ കേട്ടിട്ടുണ്ട്. കുല്ലു മൻ ഫിൽ ഹറമിൻ നബവി. ആ വിശുദ്ധ ഹറമിൽ ആരൊക്കെ അവിടെ കൂടിയിരുന്നോ ആ കൂടിയിരുന്നവരൊക്കെ കേട്ടിട്ടുണ്ട്. ശൈഖ് റിഫായി തങ്ങൾ സലാം പറഞ്ഞപ്പോ ആ സലാം ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ മടക്കുന്ന ശബ്ദം സർവ്വ ആളുകളും കേട്ടിട്ടുണ്ട്. കേവലം ഒരാൾ മാത്രം ആസ്വദിച്ചതല്ല, എല്ലാവരും കൂടെ ആസ്വദിക്കുകയാണ് ആ സലാം മടക്കുന്ന രംഗം. ഓ, എത്ര വലിയ നേട്ടാണ് മുഹിബ്ബായ സയ്യിദ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു ഏറ്റെടുത്തത്. എന്നിട്ട് മഹാനവറുകൾ ഈ സലാം അങ്ങോട്ട് മടക്കിയപ്പോ പിന്നെ അവിടുത്തെ മനസ്സിനങ്ങോട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവിടുന്ന് മനസ്സിന് വല്ലാത്ത ഒരു ആവേശം പിടിപെടുകയാണ്. ഉടനെ മുട്ടുകുത്തി നിൽക്കുന്നു. ഹബീബായ തങ്ങളെ മുമ്പിൽ, നേരെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ ഹജ്റത്തു ശരീഫയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് മഹാനായ ശൈഖ് റിഫായി തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് ഇരുന്നിട്ട് അവിടുന്ന് ഇങ്ങനെ സന്തോഷത്തിന്റെ കണ്ണുനീർ പൊഴിച്ചിട്ട് ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് അവിടുന്ന് പാടിയതാണ്. ഫീ ഹാലത്തുൽ ബുഅദി റൂഹി കുൻതുർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നാഇബതി. നബിയേ, പെട്ടെന്നൊന്ന് വന്ന് സലാം പറഞ്ഞതല്ല ഞാൻ. ഫീ ഹാലത്തിൽ ബുഅദ്, അങ്ങ് വിദൂരത്ത് ഞാൻ നിൽക്കുന്ന സമയം, എന്റെ നാട്ടിൽ ഞാൻ ജോലിയിലും മറ്റു കാര്യങ്ങളിലും ഏർപ്പെടുന്ന സമയത്ത്, ആ സമയങ്ങളിലൊക്കെ റൂഹി കുൻതുർസിലുഹാ, എന്റെ ആത്മാവിനെ ഈ വിശുദ്ധ മദീനയിലേക്ക് പറഞ്ഞയക്കാറുണ്ട് നബിയെ ഞാൻ. ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞത്, ആശിഖീങ്ങളുടെ മനസ്സ് ഏത് സമയത്തും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ ചാരത്തായിരിക്കും. മുത്തുനബി തന്നെ പറഞ്ഞില്ലേ, ഇന്നൽ ഈമാന ലയറിസു ഇലൽ മദീന. ഈമാനുള്ളവരുടെ ഹൃദയങ്ങൾ ഏത് സമയത്തും മദീനയിലേക്ക് ആകർഷിക്കുമെന്ന് സയ്യിദുൽ വജൂദ് റസൂലുള്ളാഹി. ആ രംഗമാണ് ശൈഖ് റിഫായി തങ്ങൾ പറഞ്ഞത്. നബിയേ, ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുൻതുർസിലുഹാ, അങ്ങ് വിദൂരത്ത് ഞാൻ നിൽക്കുന്ന സമയത്തും എന്റെ ആത്മാവിനെ ഞാൻ ഇങ്ങോട്ട് അയക്കാറുണ്ട്. ആ ആത്മാവ് വന്ന് തുഖബ്ബിലുൽ അർള അന്നി വഹിയ നാഇബതി, എന്റെ ശരീരത്തെ തൊട്ട് പകരം എന്റെ ആത്മാവ് ഈ മണ്ണിനെ ചുംബിക്കാറുണ്ട് നബിയേ. ലോകത്തെ പരിശുദ്ധമായ മണ്ണ്, ലോകത്തെ ഏറ്റവും വിലയുള്ള മണ്ണ്, ഏറ്റവും വലിയ 1ാം സ്ഥാനമുള്ള മണ്ണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ കിടക്കുന്ന മണ്ണാണ്. കാരണം എന്തേ? ഒരു മനുഷ്യന്റെ ഖബർ വരിക അയാളെ പടക്കാനെടുത്ത മണ്ണുള്ള സ്ഥലത്താണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന അഷ്റഫുൽ മഖ്ലൂഖ് അവിടുത്തെ പടക്കുന്ന മണ്ണല്ലേ ഏറ്റവും വിശുദ്ധ മണ്ണ്. ആ മണ്ണുള്ളത് റസൂലുള്ളാഹിന്റെ ഖബറു ശരീഫിലാണ്.
ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ മണ്ണ്. ആ മണ്ണിനെ തുഖബ്ബിലുൽ അർള, നബിയെ അങ്ങയുടെ പരിശുദ്ധമായ ആ മണ്ണിനെ ചുംബിച്ചിട്ടുണ്ട്. എൻ്റെ ആത്മാവ് വന്ന് പലപ്പോഴും എൻ്റെ ശരീരത്തിന് പകരം എൻ്റെ ആത്മാവ് ചുംബനം നടത്തിയിട്ടുണ്ട്. എന്നാൽ വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത്, നബിയേ ഇപ്പോഴിതാ ശരീരങ്ങൾ സംഗമിക്കുന്ന ചാൻസാണ്. ഇന്ന് വരെ ഇതിന്റെ തൊട്ട് നിമിഷം മുമ്പ് വരെ ആത്മാവുകളുടെ സംഗമ നിമിഷമായിരുന്നു. എൻ്റെ ആത്മാവായിരുന്നു ഇവിടെ വരാറുണ്ടായിരുന്നതെങ്കിൽ ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹ്, ഇത് തടിയോടുകൂടെയുള്ള സംഗമത്തിന്റെ സമയമാണ് തങ്ങളെ. എൻ്റെ ആത്മാവ് മാത്രമല്ല, എൻ്റെ ശരീരവും ഇതാ ഖദ് ഹളറത്, ഇവിടെ വന്നിട്ടുണ്ട് നബിയേ. അതുകൊണ്ട് ഫംദുദ് യമീനക കൈ തഹ്ലാ ബിഹാ ശഫതി, അങ്ങയുടെ കൈയൊന്ന് നീട്ടിത്തരുമോ തങ്ങളെ. പ്രിയപ്പെട്ട മുഅ്മിനെ, ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചാൽ, വഫാത്തായി പോയ തങ്ങളോട് വല്ല ആവലാദികളും പറഞ്ഞാൽ, തങ്ങളെ നേരിട്ട് തങ്ങളോടൊരു സങ്കടം പറഞ്ഞാൽ, ആ മനുഷ്യനെ എല്ലാ നിലക്കുള്ള വൃത്തികേടുകളോടുകൂടെയും ചിത്രീകരിക്കുന്ന ബിദ്അത്തുകാരുണ്ട്. അല്ലാഹു അവരെ മുഴുവനും നന്നാക്കി കൊടുക്കട്ടെ. ശൈഖ് റിഫായി തങ്ങളെ നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുത്തും? റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെന്നിട്ടാ വിളിക്കുന്നത്, നബിയെ ആ കൈയൊന്ന് നീട്ടിത്തരുമോ തങ്ങളെ. എന്റെ ചുണ്ടുകൾ കൊണ്ട് ഞാൻ ആ കൈകളൊന്ന് ചുംബിക്കട്ടെ, ആ കൈകളൊന്ന് വാരി പുണരട്ടെ, ആ കൈയൊന്ന് ആനന്ദിക്കട്ടെ തങ്ങളെ. അങ്ങയുടെ കൈയൊന്ന് നീട്ടിത്തരുമോ എന്ന് തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയുടെ അഭിലാഷം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ മുമ്പിൽ അങ്ങ് പറഞ്ഞപ്പോ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നത് കാണാം, ഫമദ്ദലഹു റസൂലുള്ളാഹ്, ഹബീബായ തങ്ങൾ നീട്ടിക്കൊടുക്കുകയാണ് യദഹു ശരീഫ, അവിടുത്തെ പരിശുദ്ധമായ കയ്യെ, അവിടുത്തെ വിശുദ്ധമായ തൃക്കരത്തെ അവിടെ നിന്ന് ഇങ്ങനെ നീട്ടിക്കൊടുക്കുകയാണ്. മഹാന്മാര് പറയുന്നത് കാണാം, ആ കൈ ഇങ്ങനെ ഉയർന്നു വരുന്നു. ആ കൈ ഇങ്ങനെ ഉയർന്നു വന്നപ്പോ ഫഖബ്ബലഹാ, മഹാനായ ശൈഖ് റിഫാഇ തങ്ങൾ ആ കൈയൊന്ന് വാരിപ്പുണർന്ന് ചുംബിക്കുന്നു. വന്നാസു യൻദുറൂൻ, നേരത്തെ പറഞ്ഞ ആയിരക്കണക്കിന് ആളുകൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈവായി അവിടെ നിന്ന് ചെയ്തൊരു പ്രവർത്തനമാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൾ വാരി പുണർന്നു ചുംബിച്ചു എന്നുള്ളത്. റബ്ബേ, ശൈഖ് റിഫാഇ തങ്ങളെ പറഞ്ഞ ഈ സദസ്സിൽ നിന്ന് പ്രതീക്ഷയോടെ ഞങ്ങൾ നിന്നോട് യാചിക്കുകയാണ്. ഞങ്ങൾ ഹബീബിന്റെ കാലത്ത് ജീവിച്ചവരല്ല, അവിടുത്തെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, അവിടത്തേക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ശൈഖ് റിഫാഇ തങ്ങളെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ മുത്തുനബിയെ കാണാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. ഹബീബിനെ കാണാനുള്ള വലിയ ഭാഗ്യം ഞങ്ങളെ കണ്ണടയുമ്പം നീ ഞങ്ങൾക്ക് അനുവദിക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആശിഖ് തന്റെ മഅ്ശൂഖിന്റെ തീരത്തണയുകയാണ്. തന്റെ മഅ്ശൂഖിന്റെ കൈകൾ ചോദിച്ചു വാങ്ങിയിട്ട് അത് ആവോളം വാരി പുണർന്ന് ചുംബിക്കുകയാണ്. ഒറ്റ വാക്കും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ ഒരു സംഭവം പരിശുദ്ധ മദീനയിൽ നടന്നപ്പോ ആ ഒരു വിശുദ്ധ സംഭവത്തെ എങ്ങനെയാണ് പണ്ഡിത ലോകം പിന്നീട് നോക്കിക്കണ്ടത്? ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈകൾ വാരി പുണർന്ന് ചുംബിച്ചു. അത് അതോടുകൂടെ തീർന്നോ? ഇല്ല. ആ മഹാനുഭാവനെ നേരത്തെ ഈ സംഭവം ഉദ്ധരിച്ച ആ മഹാൻ തന്നെ പറയുന്നത് കാണാം. കാലങ്ങൾക്കു ശേഷം എന്റെ വാപ്പ, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലഘട്ടത്തില് എന്റെ വാപ്പയതാ ശൈഖ് റിഫാഇ തങ്ങളുടെ മുരീദുമാര് നടത്തുന്ന വിശാലമായ സദസ്സിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. ആ സദസ്സിലേക്ക് കൊണ്ടുപോകുമ്പോ എന്നോട് മഹാനായ എന്റെ ഉപ്പ പറഞ്ഞു, മോനെ, ഇവിടെ ഒരുപാട് മഹാന്മാര് വരും,
അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം, അവരെ കൈപിടിക്കണം, അവരെ ബറക്കത്തെടുക്കണം. ആ ഒരു പൂതി മനസ്സിൽ വെച്ച് ഉപ്പന്റെ കൈപിടിച്ച് ഞാൻ ഇങ്ങനെ കയറി ചെല്ലുമ്പോ വിശാലമായ പള്ളിയാണ്. ആ പള്ളിയിലതാ തലപ്പാവ് ധരിച്ച, താടി വെച്ച നല്ല ഒരു വലിയ മഹാനിങ്ങനെ കയറി വരുമ്പോ എന്റെ വാപ്പ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് കൈപിടിച്ച് സലാം പറഞ്ഞിട്ട് ആ കൈകൾ വാരി പുണർന്ന് ചുംബിക്കുകയാണ്. എന്നിട്ട് എന്നോട് എന്റെ വാപ്പ പറഞ്ഞു, മോനെ ഈ മഹാന്റെ കൈയൊന്ന് പിടിച്ച് ചുംബിക്ക്. ആ കൈയൊന്ന് പിടിച്ച് ചുംബിക്കാൻ പറഞ്ഞു. ഞാൻ ആ കൈ പിടിച്ച് ചുംബിച്ചു. ഞാൻ ആ വാപ്പനോട് ചോദിച്ചു, ഉപ്പാ ഈ മഹാൻ ആരാണ്, ഇദ്ദേഹം ആരാണ്? എന്റെ ഉപ്പ എന്നോട് പറഞ്ഞു, വാപ്പ എന്നോട് പറയുകയാണ്, ഈ വലിയ മഹാൻ അഹ്മദ് ഇബ്നു അബ്ദുൽ മഹ്മൂദ് എന്ന പേരുള്ള മഹാനാണ്. ഞാൻ ചോദിച്ചു, എന്താ ഉപ്പ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത? ഈ മനുഷ്യന്റെ പ്രത്യേകത ഹുവ മിനല്ലദീന കാനൂ ആമ മദ്ദത് യദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിസയ്യിദി അഹ്മദ് റിഫാഇ. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൾ പരിശുദ്ധ ഹുജ്റത്തു ശരീഫയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ ആ കൈകൾ റിഫായി ശൈഖ് തങ്ങൾ പിടിച്ചു ചുംബിച്ചപ്പോ ആ സദസ്സിൽ സാക്ഷിയായി റസൂലുള്ളാഹിന്റെ കൈ കണ്ടയാളാണ് മോനെ ഈ നിൽക്കുന്നത്, ഇദ്ദേഹത്തിന്റെ ബറക്കത്തെടുത്തോളൂ എന്ന് എന്റെ ഉപ്പ എന്നോട് കൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, ആശിഖീങ്ങളുടെ ലോകം പറഞ്ഞാൽ തീരൂല, ശൈഖ് റിഫായി തങ്ങളുടെ ലോകം പറഞ്ഞാൽ തീരൂല. തന്റെ പ്രിയപ്പെട്ട മഅ്ശൂഖിന്റെ, തന്റെ മെഹബൂബിന്റെ ചാരത്ത് വലിയ താല്പര്യത്തോടെ ചെന്ന് എന്റെ വിഷയം പറഞ്ഞ് ആ കൈകൾ വാരി പുണർന്നിട്ടുണ്ടെങ്കിൽ ആ സദസ്സിൽ നിന്ന് പ്രതീക്ഷയോടെ നമ്മളും പറയുകയാണ്, ഹബീബായ തങ്ങളെ കാണണം, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതാണ് ഈ മഹാനായ ശൈഖ് റിഫായി തങ്ങളെ മറ്റൊരു ലോകം. താൻ സ്നേഹിക്കുന്ന ഹബീബായ തങ്ങളെ കാണണമെന്ന കൊതി, ആ കൊതി ഒന്നിച്ച് കാണാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിലും ആ കൈയൊന്ന് തരുമോ എന്ന് ചോദിച്ചു വാങ്ങി ആസ്വദിച്ച മഹാനുഭാവൻ. അത് ആശിഖീങ്ങളുടെ ലോകമാണ്. ആരെയാണോ സ്നേഹിക്കുക, സ്നേഹിക്കുന്നവരെ കാണാൻ കൊതിക്കുക എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അത് സ്വഹാബത്തിന്റെ ചര്യയാണ്, അത് മഹാന്മാരുടെ ചര്യയാണ്. നമുക്കും ആ ലോകം ഏറ്റെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. 66 കൊല്ലം ജീവിച്ച ശൈഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ഹിജ്റ 572 മാരകമായ രൂപത്തിൽ അതിസാര രോഗം പിടിപെട്ട് ദിവസങ്ങളോളം ശക്തമായ രൂപത്തിൽ വയറിളക്ക രോഗം ബാധിച്ചിട്ടാണ് ലോകത്തോട് വിട പറയുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാനുഭാവന പറഞ്ഞ സദസ്സിന്റെ പുണ്യം കൊണ്ട് നമ്മുടെ ഈ സദസ്സിന് അല്ലാഹു ഖബൂലിയത്ത് നൽകട്ടെ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന നമുക്ക്, നേരിട്ടും ഓൺലൈനിലായൊക്കെ ഈ സദസ്സിനെ വീക്ഷിക്കുന്ന നമുക്കൊക്കെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അലിയാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സിൽ ശൈഖ് റിഫാഇ തങ്ങളുടെ മാല അവതരിപ്പിക്കുകയാണ്. മുഹിബ്ബീങ്ങൾ, മാദിഹീങ്ങൾ അവതരിപ്പിക്കുന്ന സദസ്സ്. റബ്ബേ, ഈ സദസ്സിൽ എല്ലാവരും പങ്കെടുക്കുന്നവർക്ക് മുഴുവൻ നീ ഖൈറ് നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഈ സദസ്സ് സംഘടിപ്പിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ മുഹ്സിൻ സാർ, ഇവിടെ മദ്ഹിന് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമാര്, മാദിഹീങ്ങൾ, അത് ആസ്വദിക്കുന്ന പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങൾ, എല്ലാവർക്കും നീ ഖബൂലിയത്ത് നൽകണേ റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, ഈ സദസ്സിൽ ഈ സമയം വരെ ഞങ്ങൾ പറഞ്ഞത്, കേട്ടത്, ചൊല്ലിയ സ്വലവാത്തുകൾ എല്ലാം നീ ഖബൂലാക്കണേ റഹ്മാനെ. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലേക്ക് ഇതിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങൾ പാവങ്ങളാണ്, ഹബീബിനോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്കൊന്ന് തരണേ റഹ്മാനെ. ശൈഖ് റിഫാഇ തങ്ങളെപ്പോലെ, അതുപോലെ ഞങ്ങൾ ഈ സദസ്സിൽ പറഞ്ഞ പല ആശിഖീങ്ങളെയും പോലെ ഒരു ദിവസം പോലും ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. എന്നാലും അവരെയൊക്കെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഹബീബിന്റെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അവിടുത്തെ കൺകുളിർക്ക കാണണം ഞങ്ങൾക്ക് തൗഫീഖ് ഏകണേ അല്ലാഹ്. അവിടുത്തെ ചാരത്ത് മദീനയിൽ ഒരുപാട് തവണ ചെല്ലണം. അവസാനം നീ ഞങ്ങൾക്ക് അനുവദിക്കുമെങ്കിൽ ആ മദീനയിൽ തന്നെ ഞങ്ങൾക്ക് അലിയണം. നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ മൗത്ത് നടക്കുന്ന സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുദൂർ നൽകണേ അല്ലാഹ്.
ശൈഖ് റിഫാഇ തങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വസിയ്യത്ത്, ഇത്തബിൾ, നീ മുത്തുനബിയോട് പിൻപറ്റണം, വലാ തബ്തദിർ, നീ ബിദ്അത്തുകാരനാകരുതെന്നാണ്. ഹബീബിനെ വേദനിപ്പിക്കുന്ന ബിദ്അത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പടച്ചോനെ, അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. ഞങ്ങൾ ഇതുവരെ പറഞ്ഞ ശൈഖ് റിഫാഇ തങ്ങളെ ഹദ്റത്തിലേക്ക് ഇതിന്റെ പ്രതിഫലത്തെ എത്തിക്കണേ അല്ലാഹ്. എല്ലാ മഹാന്മാരുടെയും പൊരുത്തം ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. അവരൊക്കെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സ് നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചോനെ, ഈ സദസ്സിന് എല്ലാ നിലക്കുള്ള സ്വീകാര്യത നീ നൽകണേ റഹ്മാനെ. ഇത് സംഘടിപ്പിക്കുന്നവർ, പങ്കെടുക്കുന്നവർ, ഇതിനെ സഹായിക്കുന്നവർ, ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നവർ, ഇവിടെ മദ്ഹ് ഭഗവത് അവതരിപ്പിക്കുന്നവർ, എല്ലാവർക്കും നീ ഖൈറ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾക്ക്, ഉസ്താദുമാർക്കൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാര്, മക്കള്, കുടുംബങ്ങൾ എല്ലാവർക്കും നീ സന്തോഷവും സലാമത്തും ഖൈറും നൽകണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ലാഹ്. ദോഷങ്ങൾ പുറത്തു തരണേ റഹ്മാനെ. പടച്ചോനെ, നീ ഞങ്ങൾക്ക് തന്ന എന്തൊക്കെ നിഅ്മത്തുകളുണ്ടോ അതൊക്കെ ബറക്കത്തുള്ളതാക്കി തരണേ റഹ്മാനെ. അവസാനം ആഖിബത്ത് നന്നായി ഞങ്ങൾക്ക് മരിക്കണം തൗഫീഖ് നൽകണേ റഹ്മാനെ. യാ റബ്ബു യാ അല്ലാഹ്, ഞങ്ങൾ ഉസ്താദുമാരിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് പലരും വേർപിരിഞ്ഞു ഖബറിലാണ്. മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ഹയാത്തിലുള്ളവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ കുടുംബത്തോടൊപ്പം സ്നേഹജനങ്ങളോടൊപ്പം നാളെ സ്വർഗലോകത്ത് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെ ദർബാറിലൊന്ന് കൂടണം. ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റഹ്മാനെ. നരകം തടാതെ സ്വർഗത്തിലെത്തണം തൗഫീഖ് ഏകണേ അല്ലാഹ്. ഞങ്ങൾ പങ്കെടുക്കുന്ന ഈ സദസ്സൊക്കെ അതിന് കാരണമാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ രണ്ട് ലോകത്തും ഒരാളെ മുമ്പിലും നീ വഷളാക്കല്ലേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين. وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.